ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം കുറച്ച് AI ടൂളുകളെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഏറ്റവും ക്രിയേറ്റീവായി ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. പല ജോലികളും മെഷീൻ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. പ്രത്യേകിച്ച് ടെക്നിക്കലായിട്ട് വരുന്ന എല്ലാ തരത്തിലുള്ള ജോലികളും സ്വല്പം ബുദ്ധി ഉപയോഗിക്കേണ്ട എല്ലാ കാര്യങ്ങളും മെഷീൻസ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കേട്ടിട്ടുണ്ട്. ChatGPT, ബാർഡ് ഇങ്ങനെയുള്ള AI സിസ്റ്റംസ് ഉപയോഗിച്ച് നമ്മൾ പോലും അറിയാതെ മനുഷ്യരുടെ ജോലികൾ മെഷീൻസ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ചില ടെക്നിക്സ് നമ്മൾ പഠിച്ചിരിക്കും. പല ക്ലാസ്സുകളിലൂടെ നമ്മൾ അങ്ങനെയുള്ള AI ടെക്നിക്സ് പഠിച്ചിട്ടുണ്ട്. എങ്കിലും ഇന്ന് ട്രെയിനേഴ്സിന് ഉപയോഗപ്രദമാകുന്ന രീതിയിലുള്ള ചില ആപ്ലിക്കേഷൻസ്, ചില AI ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, പവർ പോയിന്റ് പ്രസന്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്. ശരിക്കും പവർ പോയിന്റ് പ്രസന്റേഷൻ അറിയാവുന്ന ഒരു വ്യക്തിയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് പ്രസന്റേഷനോടുകൂടി നമുക്ക് ക്ലാസ്സുകൾ എടുക്കാൻ പോകും. അപ്പൊ പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വിഷ്വൽ ഇഫക്റ്റ് ആണ്. നമ്മൾ സംസാരിക്കുന്നതിനേക്കാൾ ഉപരി നിങ്ങൾ നോക്കിയറിയാം, എന്റെ ബാക്കിൽ കുറെ കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചു. ഞാനൊന്നും പറയാതെ തന്നെ നിങ്ങൾ എപ്പോഴും ഇത് കണ്ടുകൊണ്ടിരിക്കുക. ഇതൊരു വിഷ്വൽ ഇഫക്റ്റ് ആണ്. ഇതേപോലെ തന്നെ ഈ വിഷ്വൽ ഇഫക്റ്റ് പോലെ നമ്മൾ എടുക്കുന്ന ടോപ്പിക്ക് വളരെ കൃത്യമായിട്ട് ഒരു വിഷ്വൽ ഇഫക്റ്റിന്റെ സഹായത്തോടെ, എന്നുവെച്ചാൽ പിക്ചറിന്റെയോ ഓഡിയോയുടെയോ വീഡിയോയുടെയോ ഒക്കെ സഹായത്തോടെ എടുക്കാൻ സാധിച്ചാൽ നമ്മൾക്ക് ഗ്രാസ്പ് ചെയ്യാനുള്ള പവർ കൂടും. പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. കൂടുതൽ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാകും. സംസാരിച്ച് കേൾക്കുന്ന ആ സമയത്ത് നമുക്കറിയാം, ലിസണിങ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. പ്രത്യേകിച്ച് ആക്റ്റീവ് ലിസണിങ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വാളിറ്റിയാണ്. പക്ഷെ ആക്റ്റീവ് ലിസണിങ്ങിന്റെ ഇടയ്ക്ക് ചില ഗ്യാപ്പുകൾ നമ്മൾ അറിയാതെ വരുന്നുണ്ട്. ആ ഗ്യാപ്പിൽ നമ്മുടെ കോൺസെൻട്രേഷൻ പോകും, ശ്രദ്ധ നഷ്ടപ്പെട്ടു പോകും. ആ ടോപ്പിക് എന്താണ് നമ്മൾ പറഞ്ഞതെന്നും ഓർക്കാൻ പോലും പറ്റാത്ത രീതിയിൽ നമ്മൾ മാറും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വിഷ്വൽ പ്രസന്റേഷൻ വളരെ എളുപ്പമാണ്. ഒരുപക്ഷെ ട്രെയിനർ എന്ന വ്യക്തിക്ക് പറയണമെന്ന് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും പലപ്പോഴും പറയാൻ പറ്റത്തില്ല. പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ആ ഫ്ലോയിൽ ചിലപ്പോൾ അത് പറയാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള കേസുകൾ ഒരു സ്ട്രക്ചറായിട്ട് നമുക്ക് കാര്യങ്ങളെ അവതരിപ്പിക്കാൻ പവർ പോയിന്റ് പ്രസന്റേഷൻ നല്ലത്. ഈ പവർ പോയിന്റ് പ്രസന്റേഷൻ എങ്ങനെ നമുക്ക് AI സഹായത്തോടുകൂടി ഡെവലപ്പ് ചെയ്യാം, അതാണ് ഇന്നത്തെ ടോപ്പിക്. ഒത്തിരിയും AI ടൂളുകളുണ്ട്. വെറും രണ്ട് ടൂളുകൾ മാത്രമേ ഞാൻ ഇന്ന് പറയുന്നുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന ആസ് എ ട്രെയിനർ അല്ലെങ്കിൽ ഒരു മെന്റർ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു സോഷ്യൽ സർവീസ്, നമ്മൾ പറയുന്ന സെൽഫ് അവയർനെസ് തലത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ചെറിയൊരു പേപ്പറിൽ എഴുതിയാണെങ്കിൽ പോലും പ്രസന്റേഷൻസ് കൊടുത്താൽ, ഒരു ബാനറിലോ പേപ്പറിലോ അല്ലെങ്കിൽ പവർ പോയിന്റ് ആയിട്ടും നമുക്കൊരു പ്രൊജക്ടറിലൂടെയൊക്കെ പ്രസന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഈസി ആയിട്ട് നമുക്ക് കൺവേ ചെയ്യാനുള്ള മെസ്സേജ് മറ്റുള്ളവരിലേക്ക് വളരെ ഈസി ആയിട്ട് കൺവേ ചെയ്യും. അപ്പൊ തന്നെയല്ല, നല്ലൊരു ടേക്ക് ഓഫ് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നവർക്ക് ആവശ്യത്തിലധികം ഡേറ്റ കിട്ടുകയും ചെയ്യും. ടേക്ക് അവേ എന്ന് പറയും. നല്ലൊരു ടേക്ക് അവേ ആയിട്ട് കേൾക്കുന്ന ഓഡിയൻസിൽ തിരിച്ചു പോകാൻ സാധിക്കും. ട്രെയിനർ വളരെ ഹാപ്പി ആവുകയും ചെയ്യും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ സംഭവിക്കുന്നത് എങ്ങനെയാണ്, പലപ്പോഴും ഒരു ട്രെയിനിങ് കഴിയുമ്പോൾ നമ്മൾ അധികം മറന്നുപോയി, ആ കാര്യം മറന്നുപോയി, ഇങ്ങനെയുള്ള ചില വാക്കുകളായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോഴും നമുക്കൊരു ഇച്ഛാഭംഗം ഉണ്ടാവും. കുറച്ചും കൂടെയൊക്കെ ബെറ്റർ ആയിട്ട് പെരുമാറാമായിരുന്നു, അല്ലെങ്കിൽ സ്വല്പം കൂടെ കൊടുക്കാമായിരുന്നു. കാരണം ജീവിതത്തിൽ ഒരിക്കൽ ഒരുപക്ഷെ ഒറ്റ ചാൻസേ കിട്ടാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ചാൻസിൽ മാക്സിമം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾക്ക് മാറാൻ പറ്റുമോ ഇല്ലയോ, ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ആസ് എ ട്രെയിനർ നമ്മുടെ മുമ്പിലുള്ള ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വിഷയത്തിലേക്ക് പോവാം. നമ്മൾ ആസ് യൂഷ്വൽ ചെയ്യാൻ പോകുന്നത് എങ്ങനെ വളരെ ഈസിയായി പവർ പോയിന്റ് പ്രസന്റ്, PPT എന്ന് നമ്മൾ കേട്ടതാണ്. PPT, പവർ പോയിന്റ് പ്രസന്റേഷൻ, അതെങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് ജനറേറ്റ് ചെയ്യാം, അതിനെ എങ്ങനെ നമുക്ക് പ്രസന്റ് ചെയ്യാം, ഏതൊക്കെയാണ് അതിന് ഉപയോഗിക്കുന്ന ടൂളുകൾ എന്നുള്ള വളരെ ചെറിയ ഒരു ഏരിയ മാത്രമേ നമ്മൾ ടച്ച് ചെയ്യൂ. അതിന് തീർച്ചയായിട്ടും നിങ്ങളുടെ ഹെൽപ്പ് എനിക്ക് വേണം.
ആദ്യം തന്നെ നമുക്ക് ഒരു കോണ്ടെക്സ്റ്റിനെ കുറിച്ച് സംസാരിക്കാം. ഏത് കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഒരു പവർ പോയിന്റ് പ്രസന്റ് ചെയ്യാൻ പോകും? നമുക്ക് വേണമെങ്കിൽ ഒരു മണിക്കൂർ സംസാരിക്കണമെങ്കിൽ ഒരു 10 സ്ലൈഡ്, 10 മുതൽ 12 വരെയുള്ള സ്ലൈഡുകൾ ഉപയോഗിച്ചാൽ ഒരു മണിക്കൂർ വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു ക്ലാസ് എടുക്കും. ഒരു 10 സ്ലൈഡ് ഡെവലപ്പ് ചെയ്യാൻ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്കൊരു ഈ ക്ലാസ് മുന്നോട്ട് പോകും. അപ്പൊ ഏത് ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഒരു പവർ പോയിന്റ് പ്രസന്റ് ചെയ്യാനുള്ളത്? നിങ്ങളൊന്ന് പറയാമോ ആരെങ്കിലും? ഗോൾ സെറ്റിംഗ് ആയിക്കോട്ടെ സർ. ഗോൾ സെറ്റിംഗ്. ഓക്കെ. വേറെ ആർക്കെങ്കിലും എന്താ അഭിപ്രായം ഉണ്ടോ? ഓരോരുത്തരുടെ ഏരിയ പറയാൻ പറ്റും. ജോബി സർ പറയും. മെഡിറ്റേഷൻ. ഗോൾ സെറ്റിംഗ്. വേറെ എന്തെങ്കിലും? പാരന്റിംഗ് പറ്റി സർ. പാരന്റിംഗ്. വെരി ഗുഡ്. പാരന്റിംഗ്. ഹാപ്പിനെസ്. എന്താ സർ? ഹാപ്പിനെസ്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇപ്പൊ ഇതിന്റെ അകത്ത് ഗോൾ സെറ്റിംഗ് പറഞ്ഞു, മെഡിറ്റേഷൻ പറഞ്ഞു, പേരന്റിംഗ് പറഞ്ഞു, ഹാപ്പിനെസ്. എനിക്ക് തോന്നുന്നു പേരന്റിംഗ് എന്ന് പറഞ്ഞ വിഷയം, നമ്മള് പേരൻസ് ആണ്. പേരന്റിങ്ങിന്റെ പാർട്ടായിട്ട് നമ്മൾ കുട്ടികളായിട്ടിരുന്നവരാണ്, ഇപ്പോഴും പാരന്റ് ചെയ്യുന്നവരാണ്. അൺസക്സസ്ഫുൾ പാരന്റ്സ് അല്ലെങ്കിൽ പാരന്റിംഗ് പ്രോസസ് വളരെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുമാണ്. അത് അല്ലെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഇപ്പൊ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും പേരന്റിങ്ങിന്റെ വിഷയങ്ങൾ അറിഞ്ഞിട്ടല്ല നമ്മൾ പേരൻസ് ആയത്. ഇനി പേരൻസ് ആയതിനു ശേഷം അത് സംഭവിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പേരന്റിംഗ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാവുന്ന ഒരു വിഷയം എന്നുള്ള വിധത്തിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. ബാക്കി ടോപ്പിക് എല്ലാം ഞാൻ എടുത്തു തരാം. ഈ പറഞ്ഞ ടോപ്പിക്കുകളെല്ലാം നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. എങ്കിലും നമുക്ക് ആദ്യമേ പേരന്റിംഗ്. അപ്പൊ പേരന്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു 10 സ്ലൈഡ് ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒന്ന് പറയാമോ? പ്രധാനപ്പെട്ട പോയിന്റ്സ്, നമ്മുടെ മനസ്സിൽ ഉദിച്ചു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില പോയിന്റ്സ് ഒന്ന് പറയാം. 10 അല്ലെങ്കിൽ 5 സ്ലൈഡ് ഒന്ന് പറയാമോ? ആദ്യത്തെ പേരന്റിംഗിന്റെ ആദ്യത്തെ ഒരു സ്ലൈഡിൽ എന്ത് വേണം? റോൾ ഓഫ് എ പാരന്റ്. ഫസ്റ്റ് സ്ലൈഡ് റോൾ ഓഫ് പാരന്റ്. ഒന്നാമത്തെ, കുട്ടികളെ കേൾക്കാൻ തയ്യാറാകുക. ലിസണിങ് ചൈൽഡ് എന്നാണ്. ലിസൺ യുവർ ചൈൽഡ്. അല്ല, മക്കളെ കേൾക്കാനേ, അവരെ കേൾക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ് ഒന്ന്. കുട്ടികൾ കേൾക്കണമെന്നാണോ പാരന്റ്സ് കേൾക്കണമെന്നാണോ? അല്ല, കുട്ടികളെ കേൾക്കാൻ നമ്മൾ തയ്യാറാവണം. കുട്ടികൾ പറയുന്നത് കേൾക്കാൻ തയ്യാറാവണം. സാറേ ജോസഫ് കൊല്ല, വാട്ട് ഈസ് പാരന്റിംഗ്? ഓക്കെ, ഞാനിപ്പോ പറയാം. ഞാൻ എഴുതിയത് പറയാം. ഒരു സെക്കൻഡ്. ക്വാളിറ്റി ടൈം കൊടുക്കുക. ഇല്ല സാറേ, നമ്മളെ ഹെഡിങ്സ് മാത്രമേ പറയുന്നുള്ളൂ. ഒന്നാമത്തെ റോൾ ഓഫ് എ പാരന്റ്. ശരിയുള്ള റോൾ ഓഫ് എ പാരന്റ് ഒന്നാമത്. രണ്ടാമത് പേരന്റിംഗ് സ്റ്റൈൽസ്. ജോബി സാർ പറഞ്ഞു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാരന്റിംഗ്. അതാണ് പേരന്റിംഗ് സ്റ്റൈൽസ്. ശരിയാ. Then listening your parent. പിന്നെ what is parenting? Listen your child, children അല്ലേ? Parents should listen. തിരിച്ചാ. Listen your children അല്ലേ സർ? അല്ലല്ല, തിരിച്ചാ. പേരന്റ് ലിസൺ ചെയ്യണം കുട്ടികൾ. ലിസൺ യുവർ ചൈൽഡ് എന്നാ. കുട്ടി പറയുന്നത് കേൾക്കണം. കേൾക്കണം. യെസ്. Then what is parenting? പിന്നെ അഞ്ചാമത്തെ ടോപ്പിക്. 5 അഞ്ചാമത്തെ ഏരിയ. സാർ പറഞ്ഞ കേട്ടില്ല. കൊരുള സാർ ഏതാ പറഞ്ഞത്? കൊരുള. ക്വാളിറ്റി ടൈം. കുരുള സാർ പറഞ്ഞ വാട്ട് ഈസ് പാരന്റിംഗ്. ഓക്കെ, അപ്പൊ 5 പോയിന്റ്സ് കിട്ടി. ഈ 5 പോയിന്റ്സിനെ വെച്ച് നമുക്ക് ഡെവലപ്പ് ചെയ്യാം. അതിൽ ആദ്യത്തെ പോയിന്റ് റോൾ ഓഫ് പാരന്റിംഗ്, then parenting styles, then listen your child, then what is parenting, quality time. 5 പോയിന്റ്സ് ആണ്. അപ്പൊ നമ്മള് ആസ് യൂഷ്വൽ ഒരു PPT പവർ പോയിന്റ് ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെ 5 PPT ആണിപ്പോ നമുക്ക് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 അവറിന്റെ ഒരു പ്രോഗ്രാമിന് നമുക്ക് ഈ 5 സ്ലൈഡ് മതി എന്ന് വിചാരിക്കാം. ഒരു സ്ലൈഡിന് 10 മിനിറ്റ് ആണെങ്കിൽ 50 മിനിറ്റിനുള്ളതായി പിന്നെ ഡിസ്കഷൻ ആയി കഴിഞ്ഞ് ഈസി ആയിട്ട് പോകും. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ 5 സ്ലൈഡ് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് എന്തൊരു സമയം? ഈ 5 സ്ലൈഡ് ഡെവലപ്പ് ചെയ്യാൻ എത്ര സമയം? ശശികുമാർ സാർ പറഞ്ഞേ. AI സഹായത്താണെങ്കിൽ ഒരു 5 മിനിറ്റ് മതി.
ഇല്ല സാർ, നോർമൽ നോർമൽ. നോർമൽ ഒരു 10 മിനിറ്റ് വേണ്ടി വരും. വീണ്ടും പോരാ. AI. 10 AI. പോലെ സാറേ. അല്ല സാറേ, ഒരു ദിവസം ഒരു ദിവസം നല്ലതുപോലെ ചെയ്യണമെങ്കിൽ ഒരു ദിവസം വേണം. അതായത് പോയിന്റ് എക്സ്പ്ലനേഷനും ഒക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഒരു ദിവസം വേണം സാർ. ഒരു ദിവസം പോരെ സാറേ, നല്ല വേണേ 2-3 ദിവസം വേണ്ടി വരും. ആ ഓക്കെ, അല്ല പറയാ. ഇനി വേറെ രാജു സാർ പറയൂ. ഞാൻ 3 മണിക്കൂർ എന്നാ പറഞ്ഞത്. 3 മണിക്കൂർ. യെസ്. അപ്പൊ ഡെഫിനറ്റ് ആയിട്ടും ശശികുമാർ സാർ എങ്ങനെ 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കുന്നത്? സാറ് AI അല്ലേ പറഞ്ഞ? AI അല്ലേ? അല്ലല്ല. AI അറിയത്തില്ല, ഏക വരുന്നേ ഉള്ളൂ. ആസ് യൂഷ്വൽ ഒരു പവർ പോയിന്റ്, സാധാ പവർ പോയിന്റ് നമ്മൾ കാണത്തില്ലേ, ഓർഡിനറി ഒരു പവർ പോയിന്റ് ഉപയോഗിച്ചാൽ നമുക്ക് എത്ര വേണമെന്നാണ് ഞാൻ ചോദിച്ചത്. ഒരു 2 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കാം. യെസ്. എന്ന് വെച്ചാല് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ. മെയിൻ ടോപ്പിക്കും സബ് ടോപ്പിക്കും മാത്രം, എക്സ്പ്ലനേഷൻ ഇല്ലാതെ. യെസ് യെസ്. മെയിൻ ടോപ്പിക് ആൻഡ് സബ് ടോപ്പിക്സ് ഓൺലി. അങ്ങനെയാണെങ്കിൽ മെയിൻ ടോപ്പിക്കും സബ് ടോപ്പിക്കും ഇല്ലാതെ മാത്രം. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് സാധാരണ പവർ പോയിന്റ് പ്രസന്റേഷൻ ഉണ്ടാക്കുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. അതിന്റെ ആവശ്യം ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം പവർ പോയിന്റ് എങ്ങനെയാണ് ഒന്ന് ഡെവലപ്പ് ചെയ്യുന്നതെന്ന്. എല്ലാവരും പവർ പോയിന്റ് ഉപയോഗിക്കുന്നവരാണ് എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ ജസ്റ്റ് എങ്ങനെയാണ് പെട്ടെന്ന് ചെയ്യാമെന്നൊന്ന് പറയാം. ഈ പ്രോസസ്സും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്യണം, എന്നാലേ നമുക്ക് പ്രോസസ് ആവുള്ളൂ. അങ്ങനെ അല്ലാതെയും ചെയ്യാൻ മാർഗമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് ചോദിച്ചത്. ഓക്കെ. അപ്പൊ ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന മെക്കാനിസം ഇങ്ങനെയാണ്. ഇങ്ങനെയല്ലേ പവർ പോയിന്റ് കാണുന്നത്? സാധാരണ ഞാൻ ചെയ്യുന്ന ഒരു മെക്കാനിസം ഇതാണ്. ഏറ്റവും എളുപ്പം പവർ പോയിന്റ് ചെയ്യാൻ വേണ്ടി ഞാൻ സാധാരണ യൂസ് ചെയ്യുന്ന മെക്കാനിസം ഇതുപോലൊരെണ്ണം എടുക്കും. എന്നിട്ട് ആദ്യത്തെ സ്ക്രീൻ ഞാൻ അങ്ങ് എടുത്ത് വെച്ച് അതിന്റെ അകത്തുള്ള എല്ലാ കണ്ടന്റുകളും അങ്ങ് എടുക്കും. എല്ലാ കണ്ടന്റുകളും ഞാൻ എടുത്ത് കളയും, ബ്ലാങ്ക് ആകും. എന്നിട്ട് ഞാൻ ചെയ്യുന്ന അടുത്ത പ്രോസസ്, ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ്, ഒരു 10 ഡ്യൂപ്ലിക്കേറ്റ് ഫയലുണ്ട്. Ctrl+C ഇതിനെ പ്രസ് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കാണാലോ അല്ലേ? Ctrl+V അടിച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് 10 സ്ലൈഡ് ചെയ്യാനുണ്ടാകും. 10 ഡ്യൂപ്ലിക്കേറ്റ് ബ്ലാങ്ക് സൈഡ് അല്ലേ? ബ്ലാങ്ക് സൈഡ് ഉണ്ടാക്കും. ഇനി അതല്ല, ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സാധാരണ ചെയ്യുന്നത് ഈ ഒരെണ്ണം എടുത്തിട്ട് ഇതിന്റെ മുകളിൽ പെട്ടെന്ന് ഡിസൈൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഹോം, ഇൻസേർട്ട്, ഡിസൈൻ എടുത്തു കഴിയുമ്പോൾ കുറെ ഡിസൈൻസ് മുകളിൽ വരും. പല ടൈപ്പ് ഡിസൈൻസ് വരും. ഇതാകാം. ഇപ്പൊ ഞാൻ എന്റെ ഒരു പാറ്റേൺ, ഞാൻ ഇതാണ് സെലക്ട് ചെയ്യുന്നതെന്ന് എടുക്കുക, അല്ലെങ്കിൽ ഇതാണെന്ന് വിചാരിക്കും, ഇതാണെന്ന് വിചാരിക്കുക. ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഒരു 10 ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനുണ്ടാകും. Ctrl+C, Ctrl+V, 10 എണ്ണം കൊണ്ടാകും. Ctrl+C ആണോ സാറേ? Ctrl+C കോപ്പി പേസ്റ്റ്. സെലക്ട് ചെയ്ത് കോപ്പി എടുത്തിട്ട് അതിനാണ് Ctrl+C. പേസ്റ്റ് ചെയ്യാൻ Ctrl+V. ഓട്ടോമാറ്റിക് ആയിട്ട് അത് തന്നെ വരുമല്ലോ, സെയിം ഡിസൈൻ. സെയിം വരണം. ഒരേ ഡിസൈൻ അല്ലേ? ഒരു പവർ പോയിന്റ് ഉണ്ടാക്കുമ്പോൾ ഒരേ ഡിസൈനിലാണ് നമ്മൾ കണ്ടന്റ് കൊടുക്കുക. അങ്ങനെയല്ലേ സാധാരണ ചെയ്യുന്നത്? അപ്പൊ ഈ ഡിസൈൻ മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മുകളിലത്തെ ഡിസൈൻ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡിസൈൻ മാറും. ഉണ്ടോ? ഒറ്റയടിക്ക് ഡിസൈൻ മാറും. വളരെ എളുപ്പമാണ്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് ഇത് ചെയ്തു. ഇനി ഞാൻ ഇതിന്റെ അകത്ത് കണ്ടന്റുകൾ എഴുതണം. കണ്ടന്റ് എഴുതാനാണ് നമുക്ക് ബുദ്ധിമുട്ട് അല്ലേ? നമുക്കിപ്പോ 5 മെയിൻ ഹെഡിങ് പറഞ്ഞിട്ടുണ്ട് സർ. 5 മെയിൻ ഹെഡിങ്ങിൽ നമ്മൾ സാധാരണ റോൾ ഓഫ് പാരന്റിംഗ് എഴുതും. അതിന്റെ അടിയിൽ എന്ത് എഴുതും? റോൾ ഓഫ് പാരന്റിംഗ് എന്ന് പറഞ്ഞാൽ പാരന്റിങ്ങിന്റെ ഹെഡിങ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇൻസേർട്ട് എടുക്കുന്നു, ടെക്സ്റ്റ് ബോക്സ് എടുക്കുന്നു. ടെക്സ്റ്റ് ബോക്സ് എടുത്തിട്ട് റോൾ ഓഫ് പാരന്റിംഗ്. എന്നിട്ട് ഞാൻ അതിനെ ഇച്ചിരി ഭംഗിയായിട്ട് ഇത്തിരി വലിപ്പമൊക്കെ ഉണ്ടാക്കി ചുടൽ. ഇതാണ് എന്റെ ഫസ്റ്റ് സ്ലൈഡ്. ഫസ്റ്റ് സ്ലൈഡിന്റെ ഹെഡിങ്. ശരിയല്ലേ? എന്ത് എഴുതും? ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായി? ഇതിപ്പോ സാർ 2 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി. 5 മിനിറ്റ് കൊണ്ട് ഫ്രെയിം ഉണ്ടാക്കിയുള്ളൂ. ഇനി അടുത്തത് പാരന്റിങ് സ്റ്റൈൽ എഴുതും, ലിസണിങ് യുവർ സ്റ്റൈൽ, ഇതൊക്കെ എഴുതും അല്ലെ? പക്ഷെ ഇതിനകത്തുള്ള കണ്ടന്റ്, പിക്ചർ, ഇതൊക്കെയാണ് നമുക്ക് പ്രശ്നം.
അപ്പം സമയം ഇങ്ങനെ നീണ്ടുപോകും. അപ്പൊ ശരിയാണ് 2 മണിക്കൂർ 3 മണിക്കൂർ ചിലപ്പോൾ ഒരു ദിവസം വരും. കാരണം പിക്ചർ എടുത്തോണ്ട് കാരണം ഇതാണ് നോർമലി നമ്മൾ പവർ പോയിന്റ് ചെയ്യുന്ന ഒരു രീതി. ഇതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് AI ടൂൾ ഉപയോഗിച്ച് വളരെ ക്വിക്കായിട്ട് നമുക്ക് ഈ പ്രോസസ്സ് ഉണ്ടാക്കാം. അപ്പൊ അതാണ് നമ്മൾ പോകുന്നത്. ഞാൻ ഇതിന്റെ അകത്ത് തൽക്കാലം പുറത്തു പോവാണ്. വീണ്ടും നമ്മൾ എങ്ങനെയാണ് AI ടൂൾ പോകുന്നത്. സോറി, ഈ ഗാമ ആപ്പ് എന്ന് പറയുന്നത് എന്തെന്നാ? ഗാമ ആപ്പ് ഞാൻ പറഞ്ഞുതരാം. വെരി ഗുഡ്. വെരി ഗുഡ്. ഗാമ ആപ്പാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അതിന് മുമ്പ് ChatGPT യെ കുറിച്ച് കൊടുക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സാധാരണ നമ്മൾ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പഠിച്ചിട്ടുള്ളത് ChatGPT എന്ന് പറയുന്ന വേർഷനാണ്. ആ വേർഷനാണ് ഏറ്റവും നമ്മളെ സംബന്ധിച്ചോളം എളുപ്പം. അതിനേക്കാളും ഹൈലി പ്രൊവിഷൻ ഉള്ള ഫീച്ചേഴ്സ് ഉള്ള ബാർഡ് പോലത്തെ പുതിയ ആപ്ലിക്കേഷൻസ് ഉണ്ട്. പക്ഷേ നമുക്ക് അതാണ് എളുപ്പം. ഒരു സൈക്കിൾ എന്ന് പറയുമ്പോൾ ഒരു സൈക്കിൾ, ഒരു സ്കൂട്ടർ എന്ന് പറയുമ്പോൾ വെസ്പ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഐഡിയ നമ്മുടെ മനസ്സിൽ അങ്ങനെയാണ് കിടക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ശീലിക്കുന്നത്. ഏറ്റവും എളുപ്പം മനസ്സിലാക്കാനുള്ള ഒരു സാധ്യതയും അത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ChatGPTയുടെ ആ ഒരു തലം അത് തന്നെ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ആസ് യൂഷ്വൽ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. ChatGPT എന്ന് വെച്ചാൽ ചാറ്റ് ജനറേറ്റീവ് പ്രീ ട്രെയിൻ ട്രാൻസ്ഫോമർ. അപ്പൊ ഇത് ഓൾറെഡി പ്രീ ട്രെയിൻ ആണെന്ന് വെച്ചാൽ നമ്മുടെ നെറ്റ്വർക്കിലുള്ള എന്തൊക്കെ എലമെന്റ്സ് ഉണ്ടോ ആ എലമെന്റ്സിനെ എല്ലാം അല്ലെങ്കിൽ എന്തൊക്കെ ഡേറ്റാസ് ഉണ്ടോ ആ ഡേറ്റാസ് ഉപയോഗിച്ചുകൊണ്ട് അത് തന്നെ നമ്മളുടെ ഫോർമാറ്റിലേക്ക് കൊണ്ടുവരുന്ന ഒരു ജനറേറ്റർ ആണ്, അല്ലെങ്കിൽ ഒരു പ്രീ ട്രെയിൻ ട്രാൻസ്ഫോമർ ആണ് ChatGPT. ഇന്ന് ChatGPT തുടങ്ങിയ കാലത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒരു പർട്ടിക്കുലർ ഡേറ്റ് വരെയുള്ള കാര്യങ്ങളെ കിട്ടുള്ളൂ. ഇപ്പൊ അങ്ങനെയൊന്നുമല്ല. അത് വളരെ ലൈവാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് വരെ അത് കിട്ടും. അത് അതിന്റെ കാലം എന്ന് പറയുന്നത് ChatGPT ഡെവലപ്പ് ചെയ്തത് എന്ന് പറയുന്നത് തന്നെ November 30, 2022 അതിനുശേഷം ഒത്തിരി മോഡിഫിക്കേഷൻസ് വന്നു. അതിനോടൊപ്പം അനേകം ChatGPT വേർഷൻസ് വന്നു. ബാർഡ്, ഗൂഗിളിന്റെ ബാർഡ്, അതുപോലെ എണ്ണി, വെയ്ഡു, ലാമ, മെറ്റ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ വന്നതനുസരിച്ച് തീർച്ചയായും ChatGPT അതിൻ്റെതായിട്ടുള്ള ഒത്തിരി പുരോഗതികൾ പ്രാപിച്ചു. അതുകൊണ്ട് തന്നെ ChatGPT തന്നെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാം. ChatGPTക്ക് 2 വേർഷൻ ഉണ്ട്. 3.5 എന്നും 4 എന്നും 2 വേർഷൻസ് ഉണ്ട്. 3.5 വേർഷൻ ഫ്രീ ആണ്, 4 വേർഷൻ പെയ്ഡ് ആണ്. അപ്പോൾ ഫ്രീ വേർഷൻ തന്നെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പം. ഇനി ഈ ടെക്നിക്സ് യൂസ് ചെയ്യുന്നത് ഡീപ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ്. എന്ന് വെച്ചാൽ ഈ നെറ്റ്വർക്കിലുള്ള ഏത് ഡേറ്റാസും എടുത്ത് നമ്മളുടെ കൊടുക്കുന്ന ഇൻപുട്ട് അനുസരിച്ച് അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് നമുക്ക് വേണ്ട രീതിയിലേക്ക് കൊണ്ടുതരും. ഇതാണ് സാധാരണ ChatGPT ചെയ്യുന്നത്. ഇനി വരാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ജോബാണ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. വേറെ രീതി പറഞ്ഞാൽ സ്ക്രിപ്റ്റിംഗ് ആൻഡ് പ്രോംപ്റ്റിംഗ് എന്ന് വെച്ചാൽ പ്രോംപ്റ്റുകൾ കൃത്യമായിട്ട് എഴുതിയാൽ ഈ നെറ്റ്വർക്കിൽ നിന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടും. അവിടെ പ്രോംപ്റ്റ് എഴുതുന്ന വ്യക്തികൾക്ക് ഇപ്പൊ ഭയങ്കര ഡിമാൻഡാണ്. നല്ല ശമ്പളമുള്ള ജോലിയാണ് ഇപ്പോൾ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ആ സെഷനുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്രോംപ്റ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ട്. ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ വളരെ ഈസിയാണ്. നമ്മൾ ഇംഗ്ലീഷിൽ എഴുതി കൊടുത്ത് മലയാളത്തിലേക്ക് മാറ്റാൻ പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് മലയാളത്തിലേക്ക് മാറ്റും. മലയാളം അത്രമാത്രം പോപ്പുലർ അല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ ഇഫക്റ്റീവ് ആവണമെന്നില്ല. അപ്പോൾ ഒത്തിരി ചെയ്യും. കണ്ടന്റ് റൈറ്റിംഗ് എന്ത് കൊടുത്താലും കറക്റ്റ് ആയിട്ട് പ്രൂഫ് റീഡിങ്ങിനോ ഇപ്പൊ പ്രൂഫ് റീഡിങ് എഡിറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ ജോലി ഇല്ലാതായി. അതുപോലെ തന്നെ വക്കീലുമാരുടെ ജോലി, എഞ്ചിനീയേഴ്സിന്റെ ജോലി ഇതെല്ലാം കുറയുക. കാരണം ഇതെല്ലാം ഈ ChatGPT പോലുള്ള GPTകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ചാറ്റ് ബോട്ടുകൾ ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഡേറ്റ മാനിപ്പുലേഷൻ വളരെ ഈസി. ഡെവലപ്പ് ചെയ്യുന്ന വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ആൾക്കാർ. അവർക്ക് ഒന്ന് ഡെവലപ്പ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർ അത്രമാത്രം ബ്രെയിൻ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ ഈ അവര് ഡെവലപ്പ് ചെയ്യുന്നതിന് ഉപയോഗിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും ഗുണകരമായ ആപ്ലിക്കേഷൻ. ഡെവലപ്പ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല എന്നുള്ളത് നമുക്കറിയാം. അത് ഇത്ര എളുപ്പമല്ല. അത് വളരെ ഇമ്പോർട്ടന്റ്, വളരെ ബുദ്ധികൂർമ്മതയുള്ള നല്ല മെമ്മറി പവർ ഉള്ളവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. നമ്മൾ പറയത്തില്ലേ, നമ്മുടെ തലച്ചോറിൽ ചുളിവുകൾ കൂടുമ്പോൾ നമുക്ക് നല്ല മെമ്മറി കപ്പാസിറ്റി ഉണ്ടാകും. ശരിക്കും ആ ഡേറ്റയെ നമുക്ക് റിട്ടൈൻ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാകും. കേട്ടതിനെ ഓർമ്മ നിർത്താനുള്ള ഒരു കപ്പാസിറ്റി. ആ ഓർമ്മ കമ്പ്യൂട്ടറുകൾക്ക് അല്ലെങ്കിൽ ഈ മെഷീൻസിന് വളരെ ഈസി ആയതുകൊണ്ട് തന്നെ ഡേറ്റ മാനിപ്പുലേഷൻസ് ഒക്കെ വളരെ ഈസിയാണ്. അപ്പൊ ഇതൊക്കെയാണ് ChatGPTയെ കുറിച്ചുള്ള വിവരങ്ങൾ. ഒത്തിരി പറയാനുണ്ട്. പക്ഷെ ആസ് യൂഷ്വൽ നമുക്ക് എല്ലാവർക്കും ChatGPTയെ കുറിച്ച് അറിയാതെ ഞാൻ കൂടുതലൊന്നും പറയാം. ഓക്കെ,
നമുക്ക് എങ്ങനെയാണെങ്കിൽ നമ്മുടെ ChatGPT-യിലേക്ക് ഒന്ന് പോകാം. അതിന്റെ പ്രോംപ്റ്റ് ഒക്കെ എങ്ങനെയാണ് എന്ന് നോക്കാം. അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. അതിനുശേഷം ഈ പേരന്റിങ് എന്ന് പറയുന്ന ഈ പ്രോസസ് ChatGPT-യുടെ സഹായത്തോടു കൂടി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ChatGPT എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഒന്ന് എടുക്കാം. നമുക്ക് ChatGPT ഉപയോഗിച്ച് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ ഡെയിലി ലൈഫിൽ ChatGPT ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അല്ല, ഞാന് പിന്നെ കണ്ടന്റ് കിട്ടാൻ വേണ്ടി ChatGPT അതില് സേവ് ചെയ്തിട്ടുണ്ട്, റെക്കോർഡ് ചെയ്തിട്ട് പോയിന്റ് എടുക്കാറുണ്ടായിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ സാറ് PPT ഒക്കെ ഉണ്ടാക്കാറുണ്ട് അങ്ങനെ? GPTക്കുള്ള പോയിന്റ് 10 പോയിന്റ്സ് എന്ന് പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ 10 പോയിന്റ് വരും. സ്റ്റെപ്പ് ഓക്കെ. അപ്പൊ ഓരോ സ്ലൈഡിനെ പറ്റി അതിൽ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ഞാൻ സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യം കൊടുക്കും. ശരി ശരി, ഓക്കെ ഓക്കെ. അപ്പൊ ChatGPT ഞാനൊന്ന് പറയാം എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന്. ChatGPT എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു, ഞാനൊന്ന് ലോഗ് ഔട്ട് ചെയ്ത് ലോഗിൻ ചെയ്യാം. അപ്പം പെട്ടെന്ന് ഞാനൊരു യൂട്യൂബിൽ കിടക്കുന്നത് കണ്ടിട്ടാണ് സ്വന്തമായിട്ട് ചെയ്തതാ സാറേ. ഓക്കെ ഓക്കെ, ഒരു സെക്കൻഡ്, ഞാനൊന്ന് ലോഗ് ഔട്ട് ചെയ്ത് ലോഗിൻ ചെയ്യാം. എങ്ങനെയാണ് ChatGPT ഉപയോഗിക്കുന്നത് നമുക്കൊന്ന് നമ്മൾ ChatGPT ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ഗൂഗിളിൽ എടുത്തിട്ട് ChatGPT എന്ന് അടിച്ചാൽ മതി. ഗൂഗിളിൽ എടുത്തിട്ട് ChatGPT ലോഗിൻ പേജ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലോഗിൻ എന്ന് അടിച്ചാൽ ഇതുപോലത്തെ ഒരു സ്ക്രീൻ നമുക്ക് കിട്ടും. ഈ സ്ക്രീനില് ChatGPT എന്ന് പറയുന്ന ഒരു പ്രോംപ്റ്റ് കാണും. അവിടെ ലോഗിൻ ഉണ്ട്, ഗെറ്റ് സ്റ്റാർട്ടഡ് ലോഗിൻ പേജ് കാണാമല്ലോ അല്ലേ? പേജ് കാണാമല്ലോ. ഓക്കെ, ലോഗിൻ എന്നുള്ളടത്ത് കൊടുത്താൽ ഇതുപോലെ ഗെറ്റ് സ്റ്റാർട്ടഡ് ലോഗിൻ സൈൻ അപ്പ് എന്ന് പറയും. ആദ്യമായിട്ട് ചെയ്യുന്നവര് സൈൻ അപ്പ് ചെയ്യുകയോ ലോഗിൻ ചെയ്യാം. കാരണം മെയിൽ അഡ്രസ് ഉപയോഗിച്ചിട്ടാണ് ഇത് ലോഗിൻ ചെയ്യുന്നത്. സാധാരണ ഇപ്പൊ കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഒക്കെ ഉപയോഗിക്കുന്നവര് അല്ലെങ്കിൽ മൊബൈലൊക്കെ ഉപയോഗിക്കുന്നവര് ഓൾറെഡി നമ്മൾ മെയിൽ സിങ്കർണൈസ്ഡ് ആയി. കാരണം എപ്പോഴും ഇങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഓരോ പ്രാവശ്യം ലോഗിൻ അടിച്ചൊന്നും ചെയ്യാറില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് സൈൻ അപ്പ് ലോഗിൻ കൊടുക്കാം. ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചോദ്യം, വെൽക്കം ബാക്ക്. ഇമെയിൽ അഡ്രസ് ചോദിക്കും. ഇമെയിൽ അഡ്രസ് കൊടുക്കുക, പാസ്വേഡ് കൊടുത്ത് കണ്ടിന്യൂ ചെയ്യാം. അതല്ലെങ്കിൽ താഴെ 3 ഓപ്ഷൻസ് ഉണ്ട്. സാധാരണ ഈ ഓപ്ഷൻസ് ആണ് നമ്മൾ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ, കണ്ടിന്യൂ വിത്ത് മൈക്രോസോഫ്റ്റ് അക്കൗണ്ട്, കണ്ടിന്യൂ വിത്ത് ആപ്പ്. ആപ്പിൾ യൂസ് ചെയ്യുന്നവർക്ക് ഇങ്ങനെയാകാം, മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് ഉപയോഗിക്കുന്നവർക്ക് ഇങ്ങനെയാകാം. കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ ആണ് സാധാരണ, നമുക്ക് എല്ലാവരുടെയും ഗൂഗിൾ മെയിലാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ, കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുക്കുമ്പോൾ നമ്മുടെ ഗൂഗിൾ അഡ്രസ്സുകളെല്ലാം വരും. ഇത് ഓൾറെഡി ആക്റ്റീവ് ആയിട്ടുള്ള നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിൽ ലൈവ് ആയിട്ടുള്ള അഡ്രസ്സുകളൊക്കെ വരും. ഇതിനകത്ത് എൻ്റെ 2 അക്കൗണ്ടുകൾ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ഏത് അക്കൗണ്ടാണോ, ഏത് വഴിയാണോ നമ്മൾ ലോഗിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതുവഴി നോക്കും. അങ്ങനെ കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരു സ്ക്രീൻ വരും. ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു ടുഡേ? ഇതാണ് സ്ക്രീൻ. ഇതിൻ്റെ അത് റൈറ്റ് എ ടെക്സ്റ്റ് മെസ്സേജ്, design a database schema, explain this code, tell me a fact, a fun fact. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. താഴെ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞ ബോക്സ്. ഈ മെസ്സേജ് ബോക്സിൽ നമ്മൾ എന്താ അടിച്ചു കൊടുക്കുന്നു അതിനനുസരിച്ച് ChatGPT നമ്മളോട് റെസ്പോൺസ് നമുക്ക് തന്നുകൊണ്ടിരിക്കും. ഇവിടെ ഇപ്പൊ നമ്മള് പേരന്റിങ് എന്ന് പറയുന്ന ഒരു വിഷയമാണ്. ഇപ്പൊ പേരന്റിങ് എന്ന് പറയുന്ന വിഷയത്തിന് അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നമ്മൾ സാധാരണ ചെയ്യുന്നത് പേരന്റിങ് ഡീറ്റെയിൽസ്, ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് പേരന്റിങ് ഡീറ്റെയിൽസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ChatGPT കുറെ ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങോട്ട് തരും. പേരന്റിങ് എന്താണ്, പേരന്റിങ് സ്റ്റൈല്, ചൈൽഡ് ഡെവലപ്മെന്റ്, പോസിറ്റീവ് പേരന്റിങ് ടെക്നിക്ക്, ചലഞ്ചസ് ഇൻ പേരന്റിങ്, പേരന്റൽ ഇൻവോൾവ്മെന്റ്, ഡിസിപ്ലിൻ ആൻഡ് പണിഷ്മെന്റ്, പേരന്റിങ് റിസോഴ്സസ്, കൾച്ചർ ആൻഡ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. ഇങ്ങനെ കുറെ പോയിന്റ്സ്, 8 പോയിന്റുകളുണ്ട്. അപ്പൊ നമുക്ക് 8 പോയിന്റ് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഇല്ലെങ്കിൽ നമുക്ക് ഈ മെസ്സേജ് ChatGPT-യിൽ കൃത്യമായിട്ട് പ്രോംപ്റ്റ് ചെയ്യാം. പ്രോംപ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ ചെയ്യുന്നത് ഇതാണ്.
14 years, then your risk of heart disease increases by a whopping 500%. Generally, lack of sleep. സാധാരണ നമ്മൾ ചെയ്യുന്നത് ഇവിടെ പ്രോംപ്റ്റ് ചെയ്യാൻ നേരത്ത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പ്രോംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാം. അപ്പൊ ഞാനിവിടെ എഴുതുന്നത് ഐ ആം എ പേരന്റിംഗ് trainer. List 10 slides for നമ്മൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആ തരത്തിനനുസരിച്ചുള്ള ഒരു മെറ്റീരിയൽ ആയിരിക്കും നമുക്ക് തരും. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് പ്രോംപ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ആരാണ്, ഞാനൊരു പേരന്റ് ആണെങ്കിൽ ലിസ്റ്റ് 10 സൈഡ്സ് ഫോർ ക്രിയേറ്റിംഗ് പേരന്റ് എന്ന് വെച്ചാൽ ആ പേരന്റിന്റെ തലത്തിൽ തരും. ഞാനൊരു ട്രെയിനർ ആണെങ്കിൽ ട്രെയിനറുടെ തലത്തിൽ തരും. ഞാൻ ഓഡിയൻസ് ആണെങ്കിൽ ഇപ്പൊ ഏത് തരത്തിലാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് അതൊന്ന് കൃത്യമായിട്ട് പറഞ്ഞ് എത്ര സ്ലൈഡ് വേണമെന്നുള്ളത് പറയാം. ഫോർ ക്രിയേറ്റിംഗ് PPT എന്ന് പറയാം, എന്താണ് പർപ്പസ് എന്ന് പറയാം, എവിടെ പ്രസന്റ് ചെയ്യാണെന്ന് പറയാം. ഇതാണ് പ്രോംപ്റ്റിംഗ് ടെക്നിക്ക് പറയാം. അപ്പൊ ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് ഈ മുകളിലേക്കുള്ള ഈ ആരോ മാർക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ പ്രോംപ്റ്റ് ചെയ്ത് തരും. ടൈറ്റിൽ സ്ലൈഡ് എന്ന് പറഞ്ഞൊരു സ്ലൈഡ് കൊടുത്തിട്ടുണ്ട്. ഇഫക്റ്റീവ് പേരന്റിംഗ് സ്ട്രാറ്റജീസ്, ബിൽഡിംഗ് സ്ട്രോങ്ങർ ഫാമിലീസ്, സബ് ടൈറ്റിൽ യുവർ നെയിം ആൻഡ് ഡെസിഗ്നേഷൻ, ദെൻ ഇൻട്രൊഡക്ഷൻ ടു പേരന്റിംഗ്, ഡെഫിനിഷൻ ഓഫ് പേരന്റിംഗ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ചില പോയിന്റ്സ് ഒക്കെ വന്നു. വാട്ട് ഈസ് പേരന്റിംഗ്, ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് പോസിറ്റീവ് പേരന്റിംഗ്, ഓവർവ്യൂ ഓഫ് പേരന്റിംഗ് ട്രെയിനിങ് ഗോൾസ്, ദെൻ പേരന്റിംഗ് സ്റ്റൈൽസ്, അവിടെ ബ്രീഫ് എക്സ്പ്ലനേഷൻ ഓഫ് അതോറിറ്റേറിയൻ, അങ്ങനെയുള്ള പേരന്റിംഗ് സ്റ്റൈലുകൾ 4 തരത്തിലുള്ള പെർമിസീവ് ആൻഡ് അൺഇൻവോൾവ്. എംഫസിസ് ദി ഇമ്പാക്ട് ഓഫ് ഈച്ച് സ്റ്റൈൽ. ദെൻ ചൈൽഡ് ഡെവലപ്മെന്റ്. ചൈൽഡ് ഡെവലപ്മെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട ചില ഏരിയകൾ ഫിസിക്കൽ, കോഗ്നിറ്റീവ്, ഇമോഷണൽ, സോഷ്യൽ ഡെവലപ്മെന്റ്. ദെൻ പോസിറ്റീവ് പേരന്റിംഗ് ടെക്നിക്സ്. ദെൻ challenges in parenting. Then parenting involvement. Then discipline and punishment. Parenting resources. Then culture and individual. ഇനി നമുക്ക് കൂടുതൽ വേണമെങ്കിൽ മോർ എന്ന് അടിച്ചാൽ ഇപ്പോൾ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി അല്ലെങ്കിൽ ഇതിനോടുകൂടി ആഡ് ചെയ്യാൻ പറ്റുന്ന കുറെ ഡേറ്റാസ് കൂടെ. അപ്പൊ ഇങ്ങനെ കൃത്യമായിട്ട് നമുക്ക് ഇനി നമ്മളെ ടൈറ്റിൽസ് കൃത്യം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ഈ ടൈറ്റിൽസ് കൃത്യമായിട്ട് കൊടുത്താൽ ആ ടൈറ്റിലിനനുസരിച്ചുള്ള ഇത് വരും. അപ്പൊ ടൈറ്റിൽ നമുക്ക് മോഡിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ എഴുതാം ലിസ്റ്റ് സ്ലൈഡ് ടൈറ്റിൽസ്. നമ്മളുടെ സ്ലൈഡിന്റെ ടൈറ്റിൽസ് ഒക്കെ ഒന്നുകൂടെ ലിസ്റ്റ് ചെയ്യാൻ പറയും. അപ്പൊ ഇത് സ്ലൈഡ് ഇതുപോലെ അതിങ്ങനെ 12 സ്ലൈഡുകളായിട്ട് ലിസ്റ്റ് ചെയ്ത് തരും. ഇൻട്രൊഡക്ഷൻ ടു ഇഫക്റ്റീവ് പേരന്റിംഗ്, അണ്ടർസ്റ്റാൻഡിംഗ് പേരന്റിംഗ് സ്റ്റൈൽസ്, ചൈൽഡ് ഡെവലപ്മെന്റ് മൈൽസ്റ്റോൺസ്, ദെൻ കോമൺ ചാലഞ്ചസ് ഇൻ പേരന്റിംഗ്, പേരന്റൽ ഇൻവോൾവ്മെന്റ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇതിനകത്ത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇത് ചേഞ്ച് ചെയ്താൽ മതി. എന്നിട്ട് ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ചോദിച്ചാൽ മതി. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഇവിടെ പറഞ്ഞ റോൾ ഓഫ് പാരന്റിംഗ് ആണ്. ഇപ്പൊ ഇൻട്രൊഡക്ഷൻ ഇഫക്റ്റീവ് പാരന്റിംഗ് എന്ന് പറഞ്ഞാൽ അടുത്ത് അണ്ടർസ്റ്റാൻഡിംഗ് പാരന്റിംഗ് സ്റ്റൈലിന് പകരം റോൾ ഓഫ് പാരന്റിംഗ് കൊടുത്തിട്ട് വീണ്ടും റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റാസ് വരും. അപ്പൊ നമ്മുടെ പ്രധാനപ്പെട്ട 12 സ്ലൈഡുകൾ ഇവിടെ തന്നിട്ടുണ്ട്. 12 ആണെങ്കിൽ 12, 10 ആണെങ്കിൽ 10, എത്ര വേണമെങ്കിലും കൃത്യമായിട്ട് നമുക്ക് പറയാം. അപ്പൊ അതനുസരിച്ച് സ്ലൈഡുകളുടെ എണ്ണം കൃത്യമായിട്ട് നമ്മൾ ഇവിടെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് ഇപ്പൊ ഡെഫിനറ്റ് ആയിട്ടും ഈ ChatGPT-യിൽ നിന്ന് നമുക്ക് കണ്ടന്റ് വളരെ കൃത്യമായിട്ട് കിട്ടും. എത്ര ഇഫക്റ്റീവ് ആയിട്ട് കണ്ടന്റ് വേണോ അത്രയും കണ്ടന്റുകൾ കൃത്യമായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. ഈ കണ്ടന്റിന്റെ ഡേറ്റ ഇത് പ്രിസൈസ് അതിന്റെ ടൈറ്റിൽ മാത്രമാണ്. ഇനി ഈ ടൈറ്റിൽ തന്നെ കൂടുതൽ എക്സ്പ്ലെയിൻഡ് ആയിട്ട് വേണമെങ്കിൽ അത് സ്വല്പം കൂടെ എക്സ്പ്ലനേഷനിൽ നമുക്ക് കിട്ടും. നമ്മൾ ആ സെയിം ടോപ്പിക് ഒന്നുകൂടെ ലിസ്റ്റഡ് സ്ലൈഡ് ടൈറ്റിൽ വിത്ത് മോർ എക്സ്പ്ലനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ആ സ്ലൈഡിന്റെ എക്സ്പ്ലനേഷൻ കൂടെ കൊടുത്തു. അപ്പൊ ഇങ്ങനെ കൃത്യമായിട്ട് നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റിനനുസരിച്ച് നമുക്ക് വേണ്ട രീതിയിൽ ഈ ഡേറ്റാസ് വരും. പക്ഷെ ഇതിനകത്തുനിന്ന് നമുക്ക് പിക്ചറൈസ്ഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ സൈറ്റ് കിട്ടത്തില്ല.
അതാണ് ഇതിന്റെ ഒരു പ്രോബ്ലം. അപ്പൊ അങ്ങനെ അപ്പൊ ഇതുകൊണ്ട് തന്നെ പിക്ചർ നമ്മൾ ഓരോ ഏരിയ അല്ലെങ്കിൽ ഓരോ സ്ലൈഡിന്റെ കണ്ടന്റിന് അനുസരിച്ചുള്ള പിക്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അത് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റൊരു ആപ്ലിക്കേഷൻ കൂടെ നമുക്ക് വളരെ പെട്ടെന്ന് PPT ഉണ്ടാക്കാൻ ഒരു AI ടൂൾ കൂടെ നമുക്ക് യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ സാധാരണ ചെയ്യുന്നത് ChatGPT യിൽ കിട്ടുന്ന ഈ സ്ലൈഡിന്റെ ടൈറ്റിലുകളെല്ലാം ഒന്ന് കോപ്പി ചെയ്യും. ഇതിനകത്ത് 12 സ്ലൈഡുകളുണ്ട്. ഈ 12 സ്ലൈഡുകൾ കോപ്പി ചെയ്യാം. സ്ലൈഡുകൾ മാറ്റണമെങ്കിൽ തീർച്ചയായിട്ടും ഇത് കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ, കോപ്പി എടുത്ത് ChatGPT മെസ്സേജിൽ പേസ്റ്റ് ചെയ്യുമ്പോൾ ഈ സ്ലൈഡിന്റെ പേര് മാറ്റിയാൽ മതി. ഇപ്പൊ ഇൻട്രൊഡക്ഷൻ ടു പേരന്റിങ് എന്നുള്ളതിന് പകരം നമ്മൾ ആദ്യം ഉപയോഗിച്ച റോൾ ഓഫ് പേരന്റിങ്, പേരന്റിങ് അടിച്ചു കൊടുത്ത ടൈറ്റിൽ നമുക്ക് മാറ്റാം. എനിവേ ആ കണ്ടന്റ്, ആ ടൈറ്റിൽസ് നമ്മളൊന്ന് കോപ്പി ചെയ്ത് നമ്മുടെ ഫേസ്ബുക്കിൽ കീപ്പ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ അടുത്തൊരു ആപ്ലിക്കേഷനിലേക്ക് പോകാം. ഇതുവരെ പറഞ്ഞതെല്ലാം മനസ്സിലായോ? അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിനകത്ത്? എനി ഡൗട്ട്സ്? എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ഇതുവരെ പറഞ്ഞത്? ഏതെങ്കിലും ഒന്ന് റിപ്പീറ്റ് ചെയ്യാനുണ്ടോ? ChatGPT സാധാരണ ആളുകൾ യൂസ് ചെയ്യുന്നതാണ്, അതുകൊണ്ട് വലിയ സംശയങ്ങൾ വരാൻ സാധ്യതയില്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിച്ചോളൂ. കാരണം ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോകുമ്പോൾ ഈ കണ്ടന്റ് മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നു. പ്രാക്ടീസ് ചെയ്താലാണല്ലോ സാറേ ഇനി ഡൗട്ട്. സാർ എന്താ പറഞ്ഞ? ഇനി അതെ പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോഴാണല്ലോ നമുക്ക് അതിനകത്ത് കൂടുതൽ ഡൗട്ടുകളൊക്കെ വരാൻ. അതെ, പ്രോംപ്റ്റ് കൃത്യമായിട്ട് കൊടുക്കുക. നമ്മളൊരു ട്രെയിനർ ആണെന്ന് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മളൊരു ഒരു നോർമൽ ഒരു പേരന്റ് ആണെന്ന് കൊടുക്കണം. അപ്പൊ ആ ഏത് ലെവലാണോ ആ ലെവലിലുള്ള കണ്ടന്റുകളായിരിക്കും ഫിൽട്ടർ ചെയ്ത്. ഓക്കെ, അപ്പൊ ഇതാണ് പ്രധാനം. വേറെ ആർക്കും ഡൗട്ട് ഒന്നുമില്ല? അടുത്തേക്ക് പോകട്ടെ. ആരും ഒന്നും പറഞ്ഞില്ല. ഓക്കെ സാർ, ഓക്കെ, ശരി. അപ്പൊ നമുക്ക് അടുത്തേക്ക് പോകാം. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു ആപ്ലിക്കേഷനാണ്. നമുക്ക് ChatGPT ഉപയോഗിക്കുമ്പോൾ കണ്ടന്റിന് ഒരു പഞ്ഞുമില്ല, ഇഷ്ടം പോലെ കിട്ടും. പക്ഷെ പലപ്പോഴും പിക്ചർ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് പിക്ചറിനെ കൂടെ കിട്ടുന്ന രീതിയിൽ നമുക്ക് മറ്റൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. ആ ആപ്ലിക്കേഷന്റെ പേരാണ് gamma.app. ഞാനത് അടിക്കാം, ഒന്നുകൂടെ ഷെയർ ചെയ്യാം. നമ്മള് ഗൂഗിൾ സ്ക്രീൻ ഒന്നും കൂടി എടുക്കുക. എന്നിട്ട് gamma.app ക്ലിയർ ആയല്ലോ? GA വാസ്കോഡിഗാമയുടെ gamma.app. gamma.app നമ്മൾ ആദ്യം ChatGPT തുറന്ന അതേ രീതിയിൽ തന്നെ ചോദിക്കും. അതിന്റെ നമ്മളോട് സൈൻ ഇൻ ചെയ്യാൻ പറയും. സൈൻ ഇൻ ചെയ്യണം. സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലൊരു സ്ക്രീൻ വരും. ക്രിയേറ്റ് ന്യൂ ഫ്രം ബ്ലാങ്ക് ഓർ ഇമ്പോർട്ട്. ഏതെങ്കിലും ഒരു ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ സാധാരണ ചെയ്യുന്നത്, ഇവിടെ ഡോക്യുമെന്റ്സ് ഉണ്ടാക്കാം, പവർ പോയിന്റ് ഉണ്ടാക്കാം. ഏതാണ് നമുക്ക് ആവശ്യം? പവർ പോയിന്റ് ആണെങ്കിൽ പവർ പോയിന്റ്. ഇവിടെ നമ്മൾ ഒരു പവർ പോയിന്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ക്രിയേറ്റ് ന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. gamma.app എന്ന് ഗൂഗിളിൽ അടിക്കുക. അപ്പൊ ഇതുപോലത്തെ ഒരു സ്ക്രീൻ വരും. gamma.app ആപ്ലിക്കേഷൻ എന്നുള്ളതിനാണ് APP. ഞാൻ അതിൻ്റെ അകത്ത് ക്രിയേറ്റ് ന്യൂ ഫ്രം ബ്ലാങ്ക്, ഇമ്പോർട്ട്, ഈ 3 ഓപ്ഷൻസ് വരും. അതിൽ ക്രിയേറ്റ് ന്യൂ ചെയ്യും. ക്രിയേറ്റ് ന്യൂ ചെയ്യുമ്പോൾ ഇവിടെ 3 ഓപ്ഷൻസ് ഉണ്ട്. പേസ്റ്റ് ഇൻ ടെസ്റ്റ്, ജനറേറ്റ്, ഇമ്പോർട്ട്. നമ്മൾ ജനറേറ്റ് ചെയ്യാൻ പോവാണ്. ചില ഇൻപുട്ടുകൾ കൊടുത്തുകൊണ്ട് നമ്മൾ gamma.app-യില് AI-യുടെ സഹായത്തോടു കൂടി നമ്മളൊരു പവർ പോയിന്റ് ജനറേറ്റ് ചെയ്യാൻ പോകും. സോ അതിനുവേണ്ടി ജനറേറ്റ് എന്ന് പറയുന്ന മിഡിലുള്ള ആ ബട്ടൺ പ്രസ് ചെയ്യും. അല്ലെങ്കിൽ കണ്ടിന്യൂ ഉണ്ട് താഴെ, കണ്ടിന്യൂ. ഇവിടെ ചോദിക്കും പ്രസന്റേഷൻ ആണോ, ഡോക്യുമെന്റ് ആണോ, വെബ് പേജ് ആണോ? മനസ്സിലായല്ലോ അല്ലേ? നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ വരുമ്പം ഇങ്ങനെയായിരിക്കും കാണുന്നത്.
ലോഗിൻ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെയായിരിക്കും ക്രിയേറ്റ് ന്യൂ ഫ്രം ബ്ലാങ്ക് ഇമ്പോർട്ട്. അതിന് ഞാൻ ക്രിയേറ്റ് ന്യൂ കൊടുത്തു. അപ്പൊ ക്രിയേറ്റ് വിത്ത് AI, ഹൗ ഡു യു ലൈക്ക് ടു ഗെറ്റ് സ്റ്റാർട്ടഡ്, പേസ്റ്റ് ഇൻ ടെസ്റ്റ്, ജനറേറ്റ്, ഇമ്പോർട്ട് ഫയൽ. അപ്പൊ ഇവിടെ നമ്മൾ ജനറേറ്റ്, അത് കണ്ടിന്യൂ കൊടുക്കും. ജനറേറ്റിന്റെ താഴെയുള്ള കണ്ടിന്യൂ കൊടുക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് പ്രസന്റേഷൻ ആണോ, ഡോക്യുമെന്റ് ആണോ, വെബ് പേജ് ആണോ വേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ പ്രസന്റേഷൻ വേണമെന്ന് പ്രസ് ചെയ്യുക. പ്രസന്റേഷൻ കൊടുക്കുന്നതിന് മുമ്പ് ഡിസ്ക്രൈബ് വാട്ട് വുഡ് ലൈക്ക് ടു മേക്ക്, എന്താണ് ക്രിയേറ്റ് ചെയ്യാൻ. അപ്പൊ നമ്മൾ ഓൾറെഡി ChatGPT-യിൽ നിന്ന് എടുത്ത ഒരു 12 സ്ലൈഡിന്റെ ടൈറ്റിലുകളുണ്ട്. ആ ടൈറ്റിലുകൾ നമുക്കിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് എന്താണോ കൊടുക്കേണ്ടത്, ഇപ്പൊ നമ്മൾ ആദ്യം എഴുതിയ റോൾ ഓഫ് പാരന്റിങ് സ്റ്റൈല്, ലിസൺ യുവർ ചൈൽഡ്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് പാരന്റിങ്, ക്വാളിറ്റി ടൈം, ഇത് എഴുതി കൊടുക്കാം. അതല്ലെങ്കിൽ ഞാൻ ആദ്യം ചെയ്ത പോലെ ChatGPT ഉപയോഗിച്ച് കിട്ടിയ ആ ഡേറ്റ അത് ടൈപ്പ് ചെയ്തു, അല്ലെങ്കിൽ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് ജനറേറ്റ് ഔട്ട്ലൈൻ. അപ്പൊ നമ്മൾ കൊടുത്തത് അതുപോലെ തന്നെ റോൾ ഓഫ് പാരന്റിങ്, അണ്ടർസ്റ്റാൻഡിങ് പാരന്റിങ് സ്റ്റൈൽസ്, ചൈൽഡ് ഡെവലപ്മെന്റ് മൈൽസ്റ്റോൺ, പോസിറ്റീവ് പാരന്റിങ്, കോമൺ ചലഞ്ചസ്, ഇങ്ങനെ വരും. ഈ ഇൻപുട്ടിൽ നിന്ന് താഴെ കണ്ടിന്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. കണ്ടിന്യൂ അപ്ലൈ. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ജനറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണോ ഡേറ്റ ജനറേറ്റ് ചെയ്യേണ്ടത് അത് കൊടുക്കാം. ChatGPT നമുക്ക് ഓൾറെഡി നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തിരുന്നു. അവിടുന്ന് അത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ കൊടുക്കുമ്പോൾ ആ കണ്ടന്റ് എന്താണ് കൃത്യമായിട്ട് ഇനി ഇവിടെ എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. ഈ അണ്ടർസ്റ്റാൻഡിങ് പാരന്റിങ് സ്റ്റൈൽ എന്നുള്ളതിന് മാറ്റി പാരന്റിങ് സ്റ്റൈൽ എന്ന് മാത്രമാക്കാം. മൂന്നാമത്തെ ലിസൺ യുവർ ചൈൽഡ് എന്നാക്കാം. അടുത്ത നാലാമത്തെ വാട്ട് ഈസ് പാരന്റിങ്. ഇങ്ങനെ നമുക്ക് മാറ്റാം, എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഇങ്ങനെ കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കും. വീണ്ടും താഴെ കണ്ടിന്യൂ കൊടുക്കും. ഇവർ ചോദിക്കുന്നുണ്ട്, കുറെ തീമുകൾ പറയുന്നുണ്ട്. നമ്മൾ റൈറ്റ് സൈഡിൽ കാണുന്ന ഏത് തീമാണ് നമുക്ക് വേണ്ടത് ആ തീം നമുക്ക് സെലക്ട് ചെയ്യാം. ഈ ടൈറ്റിൽ ബോഡി ലിങ്ക് എന്ന് പറയുന്ന അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന ആ ഒരു തീമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇതുപോലെ ഇരിക്കും കണ്ടന്റ്. അതനുസരിച്ച് തന്നെ ജനറേറ്റ് ചെയ്യും. ജനറേറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ കൊടുക്കും, പ്രസ് ചെയ്യുക. ജനറേറ്റിംഗ് എന്ന് പറഞ്ഞ് വരും. 2-3 മിനിറ്റ് എടുക്കും, അല്ലെങ്കിൽ 2-3 സെക്കൻഡ്സ് എടുക്കും. സ്ലൈഡ് ബൈ സ്ലൈഡുകളായിട്ട് വിത്ത് പിക്ചർ എന്തൊക്കെയാണ് കണ്ടന്റ്, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് ഇതിങ്ങനെ വന്നിട്ടുണ്ട്. ജനറേറ്റിംഗ്. കൺക്ലൂഷൻസ് ആൻഡ് ടേക്ക് അവേ വരെ കൃത്യമായിട്ട് അതിൻ്റെ അത് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ 8 സ്ലൈഡുകൾ, നമ്മൾ 8 സ്ലൈഡുകളാണ് അതിൻ്റെ അത് കൊടുത്തത്. 8 സ്ലൈഡുകൾ ഇതുപോലെ വരും. ഇതിനെ നമുക്ക് സ്ക്രീനിൽ ഫുൾ സ്ക്രീൻ കൊടുത്താൽ ഇതുപോലെ കൃത്യമായിട്ട് നമുക്ക് കാണാം. ഫസ്റ്റ് പാർട്ട് ഈസ് റോൾ ഓഫ് പാരന്റിങ്. പിക്ചർ ഉണ്ട്. പാരന്റിങ് സ്റ്റൈൽസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഷേപ്പിംഗ് ചൈൽഡ്സ് ഫ്യൂച്ചർ, ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. നമ്മൾ ആരാണ്, നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തെ സാർ ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചു. ഇത് നമ്മളുടെ നമ്മളുടെ എക്സ്പെക്ടേഷൻസ് വെച്ചുള്ള കണ്ടന്റ് വരണമെന്നില്ലല്ലോ ചിലപ്പോ? അല്ല, അത് നമുക്ക് എഡിറ്റ് ചെയ്യാം. നമുക്കത് എഡിറ്റ് ചെയ്യാം. കോണ്ടെക്സ്റ്റ് മാറും, സിറ്റുവേഷൻ മാറും, ഫോട്ടോസ് മാറും, ഫോട്ടോസ് ഒക്കെ മാറും. വേറെ നമുക്ക് വേറെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടന്റ് നമുക്ക് കൊടുക്കാം.
Yeah, correct. Thank you. നമുക്ക് ആ കണ്ടന്റിനോട് കൂടുതൽ നീതി പുലർത്തുന്ന രീതിയിലുള്ള കണ്ടന്റ് നമുക്ക് പ്രോംപ്റ്റ് ചെയ്യാം. അവിടെ പറയുന്നുണ്ട്. അപ്പൊ കൃത്യമായിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും. സ്ക്രീൻ മാറുന്നത്. ഓക്കെ, അതിന്റെ ഫുൾ സ്ക്രീനിലേക്ക് വരുന്നില്ല. So this is the first page. Second page is the parenting styles. Authoritative, permissive, authoritarian. Then listen your child. ഇതിനകത്ത് 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. Empathy, active listening, validation. നമുക്ക് വേണമെങ്കിൽ ഇവിടെ എഡിറ്റ് ചെയ്യാം. സാധാരണ ചോദിച്ച പോലെ ഏതാണ് അണ്ടർസ്റ്റാൻഡിങ് ഒരു ചൈൽഡ് എന്നുള്ള ഈ ഏരിയയിൽ നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. 3 പോയിന്റിനെ മാറ്റിയിട്ട് 3ാമത്തെ പോയിന്റുകൾ മാറ്റിയിടുന്നുണ്ടെങ്കിൽ അങ്ങനെ മാറ്റി എഴുതും. Then what is parenting? അതിനകത്ത് 3 പോയിന്റ്സ് പറയുന്നുണ്ട്. റെസ്പോൺസിബിലിറ്റീസ്, ഇമ്പാക്ട് ആൻഡ് ഇവല്യൂഷൻ. അപ്പൊ ഈ ടോപ്പിക് എല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നെങ്കിൽ അത് നമുക്ക് കറക്റ്റ് ചെയ്ത് എഴുതാം. പക്ഷെ വളരെ ഈസി ആയിട്ട് ബാക്കിയുള്ള ഫ്രെയിം എല്ലാം നമുക്ക് കൃത്യമായിട്ട്. കോമൺ ചാലഞ്ചസ് ഇൻ പാരന്റിങ്, then parenting and discipline, then parenting technology, conclusion and takeaways. അവിടെ കൃത്യമായിട്ട് ആ ഒരു സിസ്റ്റത്തെ വളരെ കൃത്യമായിട്ട്. സോ ഇതാണ് ഗാമ എന്ന് പറയുന്ന ആപ്പിന്റെ ഒരു പ്രത്യേകത. സാറേ, ഇതിന് യോജിച്ച പിന്നെ ഫോട്ടോ എടുക്കുന്നത് ഞാൻ ആ സമയം എനിക്കൊരു ഡിസ്റ്റർബൻസ് വന്നു പറഞ്ഞു. ഒന്ന് പറഞ്ഞുതരുമോ എങ്ങനെ സൂട്ടബിൾ ആയിട്ടുള്ള പിക്ചർ സെലക്ട് ചെയ്യുന്ന എങ്ങനെ? പിക്ചർ സെലക്ട് ചെയ്യണം സാർ, അത് ഓട്ടോമാറ്റിക് ആയിട്ട് അതിനകത്ത് വന്നോളൂ. നമ്മുടെ കോണ്ടെക്സ്റ്റിനനുസരിച്ചുള്ള ഒരു പിക്ചർ അതിന്റെ അകത്ത് തന്നെ ഡെവലപ്പ് ആയി വന്നു. മാറ്റണമെങ്കിൽ മാത്രം മാറ്റിയാൽ മതി. അല്ല, ഏതെടുക്കണമെങ്കിൽ അല്ല, പിക്ചർ സാധാരണ നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ നമ്മള് ChatGPT ന്ന് കിട്ടുന്ന കണ്ടന്റ് ഗാമ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യും. ആ ഭാഗമാണ് എനിക്ക് മനസ്സിലായത്. എങ്ങനെ ഗാമ എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം. നമ്മള് ഗാമ.ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. ഗാമ, GAMMA, വാസ്കോഡി ഗാമയുടെ ഗാമ ആ .ആപ്പ്. ഇതിന്റെ അകത്ത് അത് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇതേ ഈ സ്ക്രീനാണ് വരുന്നത്. അതിന്റെ അകത്ത് ക്രിയേറ്റ് ന്യൂ ഫ്രം ബ്ലാങ്ക്, ഇമ്പോർട്ട്, ഇങ്ങനെ ഒരു 3 ടാബുകളുണ്ട്. അതിൽ ക്രിയേറ്റ് ന്യൂ എന്ന് പറയുന്ന ടാബിനെ നമ്മൾ ആദ്യം ക്രിയേറ്റ് ന്യൂ പുതിയത്. സാർ കാണുന്നില്ലേ? സ്ക്രീൻ കാണുന്നില്ലേ? സാറിന് മാത്രമേ കാണുന്നുള്ളൂ സാറേ. ആണോ? ഒരു മിനിറ്റ്, അതല്ലേ ചോദിച്ചത്. ഒരു സെക്കൻഡ് കാണിച്ചത്. കാണാമോ? ഇപ്പൊ കണ്ടു. യെസ്, ക്രിയേറ്റ് ന്യൂ എന്ന് പറയുന്ന ഒരു ടാബ് ഉണ്ട്. ആ ടാബ് പ്രസ് ചെയ്യാം. അപ്പൊ ഇതുപോലെ വരും. ക്രിയേറ്റ് വിത്ത് AI, പേസ്റ്റ് ഇൻ ടെസ്റ്റ്, ജനറേറ്റ്. ഇവിടെ ജനറേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യും. ജനറേറ്റ്, അതിന്റെ അകത്ത് കണ്ടിന്യൂ, താഴെ കണ്ടിന്യൂ പ്രസ് ചെയ്യുക. അപ്പൊ ഇവിടെ ചോദിക്കും പ്രസന്റേഷൻ ആണോ, ഡോക്യുമെന്റ് ആണോ, വെബ് പേജ് ആണോ, ഏതാ വേണ്ടത് ചോദിക്കും. അപ്പൊ അവിടെ നമ്മള് പ്രസന്റേഷൻ ആണെന്ന് കൊടുക്കുക. അതിനു മുമ്പ് എന്താണ് വേണ്ടതെന്ന് കൊടുക്കുക. അപ്പൊ അതിന് ഞാൻ ChatGPT ന്ന് കോപ്പി ചെയ്ത ആ കണ്ടന്റ് അല്ലെങ്കിൽ എന്താണ് നമുക്ക് കൊടുക്കാനുള്ളത് അതിന്റെ 1 by 1 ആയിട്ട് കൊടുക്കും. അപ്പൊ അത് ഇതുപോലെ ലിസ്റ്റ് ചെയ്ത് തരും. റോൾ ഓഫ് പാരന്റിങ്, അണ്ടർസ്റ്റാൻഡിങ് പാരന്റിങ് സ്റ്റൈൽ, ചൈൽഡ് ഡെവലപ്മെന്റ് മൈൽസ്റ്റോൺസ്, പോസിറ്റീവ് പാരന്റിങ്, എന്താണോ വേണ്ടത് അത് നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. റോൾ ഓഫ് പാരന്റിങ് നമ്മൾ മാറ്റിയിട്ട് വാട്ട് ഈസ് പാരന്റിങ് ആക്കാം. സാറേ, ഇതിലേ ഈ ഗാമ.ആപ്പ് എന്ന് പറയുന്നത് പിന്നെ ഇതിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അല്ലയോ? ഡൗൺലോഡ് ചെയ്യേണ്ട, അത് ഗൂഗിളിൽ ചുമ്മാ ഗാമ.ആപ്പ് അടിച്ചാൽ മതി. അപ്പൊ അത് കയറി വരും. ഓക്കെ, ഡൗൺലോഡ് ചെയ്യുന്നത് വേണ്ട, ഓൾറെഡി ആ സിസ്റ്റത്തിലുണ്ട്. നമ്മൾ ലോഗിൻ ചെയ്ത് കയറണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, എന്നിട്ട് അതില് മറ്റേത് പേസ്റ്റ് ചെയ്ത് കൊടുക്കണം, അത്രേ ഉള്ളൂ. മറ്റേത് പേസ്റ്റ് ചെയ്യണമെന്നല്ല, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇപ്പൊ ഇതുപോലെ വന്ന് ഇവിടെ നമുക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കാം ഇഷ്ടമുള്ളത്. അല്ല, വെറുതെ നേരിട്ട് ഗാമ ആപ്പിൽ നിന്ന് എടുക്കാൻ പറ്റുമോ? എടുക്കാം.
ഇവിടെ ചോദിക്കുന്നുണ്ടല്ലോ ബാക്കിൽ ചോദിച്ചില്ല ജനറേറ്റ് എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ചോദിക്കുന്നുണ്ട് ഡിസ്ക്രൈബ് വാട്ട് യു വുഡ് ലൈക്ക് ടു മേക്ക്. അപ്പൊ ഇവിടെ എനിക്ക് അടിച്ചു കൊടുക്കാം പേരന്റിങ് ഡീറ്റെയിൽസ് എന്ത് വേണം അടിക്കാം. അങ്ങനെ കോമ അടിച്ചാൽ മതി. പേരന്റിങ് കോമ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പേരന്റിങ് സ്റ്റൈൽസ് ഇങ്ങനെ അടിച്ചിട്ട് ഔട്ട്ലൈൻ കൊടുത്തു കഴിയുമ്പോൾ കണ്ടോ ഔട്ട്ലൈൻസ് വന്നു. പേരന്റിങ് സ്റ്റൈൽസ് അതുപോലെ പല ടൈപ്പ് പേരന്റിങ് വന്നു. ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ അത് സാധാരണ ഒരു 8 സ്ലൈഡിനുള്ള ഒരു കണ്ടന്റ് ഇങ്ങോട്ട് വരും. 8 എഴുതുവാണെങ്കിൽ 8 തന്നെ വരും. ഓക്കെ, എന്നിട്ട് അത് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ ഇവിടെ മുകളിൽ ജനറേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജനറേറ്റ് ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ്. ഓട്ടോമാറ്റിക് ആയിട്ട് അത് ജനറേറ്റ് ചെയ്ത് വിത്ത് പിക്ചർ ഇതുപോലെ കണ്ടന്റ് കിട്ടും. മലയാളി പിക്ചറുകൾ വേണമെന്ന് വഴക്ക് പിടിക്കരുത്. വിത്ത് പിക്ചർ അടിക്കണം അല്ലയോ? വേണ്ട പിക്ചർ അടിക്കൊന്നും വേണ്ട. ഇതുപോലെ ഉണ്ടാക്കിയത് ഈ പിക്ചർ വേണമെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്ത് പുതിയ പിക്ചർ ആഡ് ചെയ്യാം. ഈ കണ്ടന്റ് മാറ്റി പുതിയ കണ്ടന്റ് ആക്കാം. മാറ്റിയിട്ട് വേണമെങ്കിൽ പുതിയ പിക്ചർ ആഡ് ചെയ്യാം അല്ലയോ? ആഡ് ചെയ്യാം. ഓരോ ഇതുപോലത്തെ വരും. ഇതുപോലെ ഇത് നമുക്ക് ഫുൾ സ്ക്രീനിൽ വെച്ച് നമുക്ക് അപ്ലോഡ് ചെയ്ത് കാണിക്കും ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. ഇതാണ് ഗാമ ആപ്പ്. വെറും 10 മിനിറ്റ് കൊണ്ട് ഒരു കണ്ടന്റ് നമുക്ക് ഡെവലപ്പ് ചെയ്ത് അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാൻ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ 2 ആപ്പുകളാണ്. 2 ആപ്പുകളാണ്. 5 ദിവസമായി തുടങ്ങിയിട്ട്. എന്താണ് കാരണം എന്റേതായിട്ടുള്ള മാറ്ററുകൾ കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ അതാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. സാറിൻ്റെതായിട്ടുള്ള എന്താണോ കണ്ടന്റ്, ആ കണ്ടന്റ് അടിച്ചു കൊടുത്ത് ആ ഡേറ്റാസ് എടുക്കണം. അതിനാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ സാറിന് നല്ലോണം പ്രോംപ്റ്റ് ചെയ്യാൻ അറിയാമെങ്കിൽ വളരെ പെട്ടെന്ന് സാറിന് ഡേറ്റാസ് ഉൾക്കൊള്ളാൻ പറ്റും. സാറിന്റെ മനസ്സിലുണ്ട് ഇന്ന ഐഡിയ, 5 സ്ലൈഡുകൾ 8 സ്ലൈഡുകൾ 10 സ്ലൈഡുകൾ എന്താണെന്ന് കൃത്യമായിട്ട് ഐഡിയ ഉണ്ട്. ആ സ്ലൈഡിൽ എന്താ കണ്ടന്റ് വേണമെന്ന് നമുക്ക് അറിയാമെങ്കിൽ പെട്ടെന്ന് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്തു. ചോദിച്ചോട്ടെ, നമുക്ക് ഈ ഫോട്ടോ ഒന്ന് മാറണം. അത് വെച്ച് വേറെ നമുക്ക് വേറെ ഫോട്ടോ പേസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ നമ്മൾ പവർ പോയിന്റ് സ്ലൈഡ് പ്രിപ്പയർ ചെയ്തതിന് ശേഷമല്ലേ പറ്റുള്ളൂ. ഇത് പറ്റുമോ? ഈ കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് പറ്റുള്ളൂ. മനസ്സിലായി, കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇനി ഫോട്ടോ മാറണമെങ്കിൽ നമുക്ക് വേറെ ഫോട്ടോ എടുത്ത് ഇതിനകത്ത് പേസ്റ്റ് ചെയ്യാമല്ലോ അല്ലേ? ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ ഈ ഗൈഡ് ലൈൻസ് മാത്രമേ ഉള്ളൂ, ബാക്കി നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാം ചെയ്ത് കഴിഞ്ഞിട്ട്. അതെ, താഴെ ഫോട്ടോസ് വരുന്നതാണ്. ഓക്കെ സർ. പലതരം ഫോട്ടോസ് വരും. ഇനി ഇത് അപ്ലോഡ് ചെയ്യണമെങ്കിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ. അല്ല, നമ്മളിപ്പോ ഗൂഗിളിൽ എടുത്തിട്ട് നമുക്ക് ഇഷ്ടം ഉള്ള സൈസ് ഫോട്ടോ വേണമെന്ന് പറയുമ്പോൾ ഫോട്ടോ തരുമല്ലോ, അതിനകത്ത് സെലക്ട് ചെയ്യാമല്ലോ. സെലക്ട് ചെയ്ത് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇപ്പൊ സാധാരണ വരുന്നത് സായികുമാറിന്റെ പടമാണെങ്കിൽ നമുക്ക് ആരുടെയും മലയാളികളുടെ ആ സൈസ് വേണമെങ്കിൽ എടുത്ത് പേസ്റ്റ് ചെയ്യാമല്ലോ. തീർച്ചയായിട്ടും. ഓക്കെ. അപ്പൊ ഇതാണ് ഏറ്റവും വളരെ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ട്രെയിനേഴ്സിന്റെ തലത്തിൽ നിന്നുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന 2 ആപ്പുകളാണ് ഞാൻ പരിചയപ്പെടുത്തിയത്. ഒരു ആപ്പ് നിങ്ങൾക്ക് വളരെ പരിചയമുള്ളതാണ്. രണ്ടാമത്തെ ആപ്പ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 2 പേർക്ക് അറിയാമായിരുന്നു. ആർക്കെങ്കിലും അറിയാവുന്ന പറയൂ. ഇങ്ങനെ ആപ്പിനെ കുറിച്ച് അറിയാവുന്ന ഒന്ന് പറയൂ. ഇങ്ങനെ ഒരു ആപ്പ് ഉപയോഗിച്ചതായിട്ട്, അത് ഉപയോഗിച്ച ആരെന്നുണ്ടെങ്കിൽ പറയും. ആരുമില്ല. ശശികുമാർ സാർ ഉപയോഗിച്ചിരുന്നോ? യെസ്. അപ്പൊ ഇതാണ് പ്രധാനമായിട്ടുള്ള 2 AI ബേസ്ഡ് ആയിട്ടുള്ള ടൂളുകൾ. അടുത്ത AI ബേസ്ഡ് ടൂൾസ് നമുക്ക് അടുത്ത ആഴ്ച മറ്റ് കുറച്ച് ടൂളുകൾ കൂടെ പറയാം. ശശികുമാർ സാർ ഒന്ന് പറയും. സാർ ഉപയോഗിച്ചിരുന്നോ? ഞാനൊരു ഈ ഗാമ ആപ്പ് എളുപ്പത്തിൽ PPT ഉണ്ടാക്കാന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് ഗൂഗിളിൽ പോയി ഗാമ ആപ്പ് എടുത്ത് നോക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ കിട്ടുന്നുണ്ട്. ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അത് തന്നെയാണ്. അപ്പൊ ഇതുപോലെ ഒത്തിരി AI ടൂളുകളുണ്ട്. അപ്പൊ ChatGPT ആവശ്യമില്ല, ഗാമ ആപ്പ് എടുത്താലും മതി ഡയറക്റ്റ് ആയിട്ട്. ഇല്ല സാർ, ChatGPT നിന്ന് ഒത്തിരി കണ്ടന്റ് കിട്ടും. കണ്ടന്റ് കിട്ടും. ആ കണ്ടന്റ് നമുക്ക് അതിനകത്ത് കോപ്പി പേസ്റ്റ് ചെയ്യാം. അല്ല സാറേ, ഗാമ ആപ്പിൽ കണ്ടന്റ് ഇല്ലയോ?
കണ്ടന്റ് കുറവായിരിക്കും സാർ. അതിൻ്റെ അകത്ത് കണ്ടന്റ് വളരെ കുറവായിരിക്കും. അത് സ്പെഷ്യലൈസ്ഡ് കണ്ടന്റ് മാത്രമേ കിട്ടും. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന കണ്ടന്റ് അതിൻ്റെ അകത്ത് കിട്ടും. സപ്പോർട്ടീവ് ഫോട്ടോ വേണമെങ്കിൽ ഗാമ ആപ്പ് വേണം. ഫോട്ടോ അല്ല, നമ്മൾക്ക് ആ ഒരു സ്ട്രക്ചർ പെട്ടെന്ന് ഉണ്ടാക്കി. ഓക്കെ സാർ. ഫോട്ടോ മാത്രമല്ല, നമുക്ക് അങ്ങനെ ഒരു 10 മിനിറ്റേ ഉള്ളൂ, 15 മിനിറ്റേ ഉള്ളൂ ഒരു കണ്ടന്റ് ഡെവലപ്പ് ചെയ്യണം. ഏകദേശം ഐഡിയ ഉണ്ട്, പ്രോംപ്റ്റിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് പ്രോംപ്റ്റ് ചെയ്ത് നമുക്ക് 10 or 15 അല്ലെങ്കിൽ മാക്സിമം അരമണിക്കൂറിനുള്ളിൽ ഒരു കംപ്ലീറ്റ് ഒരു PPT നമ്മുടെ കയ്യിൽ കിട്ടും. പിന്നെ ബാക്കി മോഡിഫൈ ചെയ്താൽ മതി. മറ്റേ സാധാരണ കേസിൽ നമ്മൾ ഒരു PPTക്ക് വേണ്ടി ഈ പറഞ്ഞ പോലെ മണിക്കൂറുകൾ, നമ്മളൊക്കെ സാധാരണ ഞാൻ പറയാം ഇന്ന് ChatGPT ഒരു ക്ലാസ്സിന് വേണ്ടി, പക്ഷെ ഇന്ന് ഞാൻ ഒട്ടും പ്രിപ്പയർ ചെയ്യേണ്ടി വന്നില്ല. കാരണം എല്ലാം നമ്മൾ ഓൺലൈനിൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലായി. അതല്ലെങ്കിൽ ChatGPT ഇപ്പൊ ഇതിനു മുമ്പ് ഞാൻ കാണിച്ച കുറെ പ്രസന്റേഷന്റെ ലിങ്കുകൾ, ഫോർ എക്സാമ്പിൾ ഒരു ChatGPT ക്ലാസ് എടുക്കാൻ വേണ്ടി ഡെവലപ്പ് ചെയ്തതാണ് ഇതെല്ലാം, ഈ കണ്ടന്റുകളെല്ലാം. 10 സ്ലൈഡുകൾ ഉണ്ടാക്കി. 10 സ്ലൈഡുകൾ ഉണ്ടാക്കാൻ ഏറ്റവും മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും വേണം. കാരണം കണ്ടന്റ് വേണം, നമുക്ക് ഫിറ്റ് ആകുന്ന രീതിയിലുള്ള ഒരു പാറ്റേൺ ഉണ്ടാക്കണം, ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റണം, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പൊ നാച്ചുറലി സമയം കൂടുതലെടുക്കും. പിന്നെ നമ്മളെല്ലാവരും പെർഫെക്ഷനിസ്റ്റുകളാണല്ലോ. പെർഫെക്ഷനിസ്റ്റ് ആകുമ്പം ഇത് പോരാ അത് വേണമെന്നൊക്കെ നമുക്ക് തോന്നും. ഈ നീല കളറാണല്ലോ എപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നത്, ഇന്നൊരു മഞ്ഞയാക്കിയാൽ എന്താണെന്നൊക്കെ നമുക്ക് തോന്നും. മഞ്ഞ കൊടുക്കുമ്പോൾ നീലയുടെ അത്രയും പെർഫെക്ഷൻ കിട്ടത്തില്ല. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അത്രയും ചെയ്ത പണി വെറുതെ ആയി. അപ്പൊ ഇങ്ങനെയുള്ള ചേഞ്ചസ് ഈ മനുഷ്യന്റെ സ്വതസിദ്ധമായ സ്വഭാവം അനുസരിച്ച് വന്നുകൊണ്ടിരിക്കും. അതിലൊക്കെ നമുക്ക് സമയം നഷ്ടമാണ്. അപ്പൊ അങ്ങനെ സമയം നഷ്ടം വരാതെ വളരെ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് പലപ്പോഴും ടൈം. വീഡിയോസ് കിട്ടുമോ സാറേ? എന്ത് വീഡിയോസ് കിട്ടും? നമുക്ക് വേണേൽ ആഡ് ചെയ്യാമല്ലോ ഇതിനകത്ത്. ആഡ് ചെയ്യാം അല്ലയോ? ഇതൊരു സാറേ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ, ഇത് കസ്റ്റമൈസ്ഡ് ആണ്. അപ്പൊ നമുക്ക് നമ്മൾ മനസ്സിൽ കാണുന്ന രീതിയിൽ അവർ ഉണ്ടാക്കുമല്ല, നമ്മളതിനെ ഉണ്ടാക്കി തന്നു നമ്മുടെ പ്രശ്നം സോൾവ് ചെയ്യാനുള്ള ഒരു മാർഗമായിട്ട് നമുക്ക് ഇതിനെ ഉപയോഗിക്കാം. ഓക്കെ, പക്ഷെ കണ്ടന്റ് ഡെവലപ്പ് പുതിയൊരു ഇൻഫർമേഷൻ കിട്ടി. ഞാൻ ഇടയ്ക്ക് വേറെ അവിടെ ക്ലാസ് എടുക്കാനൊക്കെ പോയതുകൊണ്ട് കയറാൻ പറ്റിയില്ല. പറയൂ നിയാസ് എന്താ പറഞ്ഞേ? സാറേ, ഈ ഗാമയിൽ ഉണ്ടാക്കിയ ഇതുണ്ടല്ലോ സ്ലൈഡ്, അത് ഈ പവർ പോയിന്റിലേക്ക് കൊണ്ടുപോയി മാറ്റണ്ടേ? അത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അതിന് ചില ഡൗൺലോഡ് ചെയ്യാതെ, ഓഫ്കോഴ്സ് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യാതെ നമുക്ക് കോപ്പി പേസ്റ്റ് ഒക്കെ ചെയ്താൽ പവർ പോയിന്റ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അതിൽ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലത്. ഡയറക്റ്റ് ഉപയോഗിക്കുന്ന പവർ പോയിന്റ് ആയിട്ട് തന്നെ കിട്ടും അല്ലയോ? ഡയറക്റ്റ് ഉപയോഗിക്കുന്ന ഫുൾ സ്ക്രീൻ പവർ പോയിന്റ് ആയിട്ട് കിട്ടും. നമ്മൾ ഓൺലൈനിൽ ഗാമ ഉപയോഗിച്ച്, നമ്മൾ ക്യാൻവ ഒക്കെ ഉപയോഗിച്ച് ചെയ്തില്ലേ, ക്യാൻവ ഉപയോഗിച്ച് സ്ലൈഡ് മാറ്റുന്ന കണ്ടിട്ടില്ലേ, അതുപോലെ ചെയ്യും. സാറേ, ഒരു സംശയം ചോദിക്കട്ടെ. ഈ നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടന്റിന്റെ ഒതന്റിസിറ്റിയും റിലയബിലിറ്റിയും, അതായത് ഇപ്പൊ ഇതൊരു കസ്റ്റമൈസ്ഡ് ആണെന്ന് പറഞ്ഞു, നമ്മൾ ഉദ്ദേശിക്കുന്ന പോയിന്റ് വരാതിരിക്കാം അല്ലേ സാർ? അത് പ്രോംപ്റ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും. സാറ് പ്രോപ്പറായിട്ട് സാറ് പറയുന്ന കണ്ടന്റുകൾ ഓൾറെഡി നമുക്കിപ്പോ ഒരു കണ്ടന്റ് ഇല്ലാതെ നമ്മൾ ചുമ്മാ മാവേൽ എറിയുന്ന പോലെയാണ് നമ്മൾ എറിയുന്നത്. ഒരു ടൈറ്റിൽ കൊടുത്തിട്ട് പോരട്ടെ. ഇതങ്ങനെയല്ല, നമുക്ക് ആ ടോപ്പിക്കിനെ കുറിച്ച് നല്ല അവഗാഹം ഉണ്ടെങ്കിൽ ആ ഇത് തന്നെ നമുക്ക് സ്ക്രിപ്റ്റ് ചെയ്യാം, പ്രോംപ്റ്റ് ചെയ്യാം. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് അതിന്റെ കണ്ടന്റ് വരും. അതിന് ഇഷ്ടമുള്ള എടുത്താൽ മതി. ഒരു ഫ്രെയിം ഉണ്ടാക്കിയതിന് ശേഷം അതിന് മാറ്റം എളുപ്പമല്ലേ? ഓക്കെ സാർ. യെസ്, AI ടൂളാണ്. 100% കസ്റ്റമൈസ്ഡ് ആയിട്ടൊന്നും കിട്ടത്തില്ല, പക്ഷെ കസ്റ്റമൈസ്ഡ് ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് നമ്മുടെ കഴിവാണ്. ChatGPTയുടെ കണ്ടന്റ് എടുത്ത് നമ്മൾ നമ്മൾ ആദ്യം കാണിച്ച പോലെ പവർ പോയിന്റിലേക്ക് ചുമ്മാ കോപ്പി പേസ്റ്റ് ചെയ്താൽ വളരെ സിമ്പിൾ ആണ്. ആദ്യം നമ്മൾ ChatGPTയിൽ നിന്ന് കിട്ടിയ 10 ഇൻഫർമേഷൻസ് കിട്ടിയിരുന്നു. ആ ഇൻഫർമേഷൻസ് വളരെ ഈസി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കോപ്പി ചെയ്ത് ഉപയോഗിക്കാം. അതൊരു മെത്തേഡാണ്. പക്ഷെ അതിനേക്കാളും ഈസിയാണ് ഇത്. സമയമാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ പെട്ടെന്ന് ഒരു ക്ലാസ് കമ്മിറ്റ് ചെയ്തു, വേറെ മാർഗമില്ലെങ്കിൽ വി ക്യാൻ യൂസ് ദിസ്. അതിനുശേഷം മോഡിഫൈ ചെയ്യാം. ഈ ഒതന്റിസിറ്റി ഞാൻ ഉദ്ദേശിച്ചത് പറഞ്ഞാൽ ചിലപ്പോൾ അപ്ഡേറ്റഡ് സാധനം കാണും, ചിലപ്പോൾ ChatGPTക്ക് അത് ഒതന്റിസിറ്റി ഒന്നുമില്ല. അത് എല്ലാവരും ഇട്ടിരിക്കുന്ന സാധനം അത് നമ്മുടെ ആവശ്യമനുസരിച്ച് തരുന്നത് മാത്രമേ ഉള്ളൂ. തല്ലുകൊണ്ടാ ചിലപ്പോൾ തല്ലുകൊണ്ടെന്നില്ല. നെറ്റ് എല്ലാം അങ്ങനെയാണല്ലോ. നെറ്റിലുള്ള സമയം വേസ്റ്റ് ചെയ്യാതെ മാറ്ററുകള് സ്ലൈഡ് ആക്കി എടുക്കാം പെട്ടെന്ന്. പിന്നെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് വേണേൽ മോഡിഫിക്കേഷൻ വരുത്താം. നമ്മൾ പറയാം ഈ സ്മാർട്ട് വർക്ക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക്. അതുപോലെ തന്നെ ഈ ഫിഗറൊക്കെ ചെറുതാക്കും വലുതാക്കും അത് മറ്റത് ചെയ്യണമെന്ന് ചെയ്യാമല്ലോ. വേർഡിലേക്ക് പേസ്റ്റ് ചെയ്ത് ചെറുതാക്കും വലുതാക്കുകയും ചെയ്ത് സ്ലൈഡിൽ ഇട്ടാൽ മതി. അങ്ങനെയൊക്കെ ചെയ്യാം. ഗാമ ആപ്പിന് ഒരു പ്രോബ്ലം ഉണ്ട്. അതിനകത്ത് ഒരു മാസം ഒക്കെ എടുക്കാൻ പറ്റുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്.
ഓക്കെ. ക്രെഡിറ്റ് ഉണ്ട്. ഇതല്ലെങ്കിൽ നമ്മൾ പെയ്ഡ് വേർഷൻ ഉപയോഗിക്കും. അപ്പൊ നമ്മൾ ഒരു മാസം 10-15 PPT ഒക്കെ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഗാമ നമ്മളെ അങ്ങനെ ഈസി ആയിട്ട് ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്നുള്ള ഒരു അറിവ് കിട്ടുന്നു. ബാക്കി കൂടുതൽ വേണമെങ്കിൽ നമ്മൾ പേ ചെയ്യണം. ഓക്കെ. അപ്പൊ റോയ് സാർ ഒരു ക്ലാസ് എടുക്കാൻ തയ്യാറാവും അടുത്ത ആഴ്ച കേട്ടോ. സാധാരണ ഇത് ചെയ്യാറുള്ളത് ഇതുപോലെ തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ പെയിന്റിൽ ഇട്ടിട്ട് ഞാൻ രൂപപ്പെടുത്താറുണ്ട്. പെയിന്റിലിട്ട് വരയ്ക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ബേഡ്സിന്റെ പെയിന്റില് ഞാനൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന പെയിന്റാണ്. അതെ. അപ്പൊ നമുക്ക് ഏത് പിന്നെ അത് വേർഡിലേക്ക് വേസ്റ്റ് ചെയ്തേച്ച് വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യാം. അക്ഷരങ്ങളൊക്കെ മാറ്റുകയോ ഒക്കെ ചെയ്യാം. അങ്ങനെ ചെയ്തോണ്ടിരുന്നത്. പക്ഷെ ഇത് വളരെ എളുപ്പമാണ്. ഒരു ഇത് വരുമ്പോ നമ്മൾ അധികം സമയം ഇത് ആലോചിച്ച് ഇതുണ്ടാക്കാൻ നിൽക്കാണ്ട് പെട്ടെന്ന് നമുക്ക് കിട്ടും. പിന്നെ അത് രൂപപ്പെടുത്തിയാൽ മതി നമ്മുടെ സൗകര്യത്തിന്. ഓക്കെ സാർ. യെസ്, ഈ പുതിയ ടെക്നോളജി അല്ലെങ്കിൽ ഈ പുതിയ അറിവിനെ കുറിച്ച് ടൂളിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയൂ. എല്ലാവരും ഉണ്ടായിരിക്കുമോ? ഈ ടെക്നോളജി കൊണ്ട് നമുക്ക് വളരെ സമയലാഭം. സാർ അത് ഇതിനകത്ത് സമയലാഭം അല്ല. നമ്മൾ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഇനിയുള്ള കാലം AI കൺട്രോൾഡ് ആണ്. നമുക്ക് അതിനൊന്നും മാറ്റാൻ പറ്റത്തില്ല. അപ്പൊ AI ഉപയോഗിക്കാൻ അറിയുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ്. AI ഡെവലപ്പ് ചെയ്യാൻ ആളുണ്ട്, അതിന് നല്ല പെയ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ടാവും. പക്ഷെ ഈ ഉണ്ടാക്കുന്ന AI-കളെ കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കും. ഇപ്പൊ നമ്മള് ChatGPT വെച്ച് മനോഹരമായ ലീവ് ലെറ്റർ എഴുതാം. പറഞ്ഞിട്ടില്ല, ആ ലീവ് ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ലീവ് പെർമിഷൻ തരും. കാരണം ChatGPT അത് എഴുതി. നമുക്ക് സാധാരണ നമ്മളെ പോലുള്ള ഒരു കോമൺ മനുഷ്യന് മനോഹരമായ ലാംഗ്വേജ് ഒക്കെ ഉപയോഗിച്ച് ഇംഗ്ലീഷ് ഒക്കെ ഉപയോഗിച്ച് എഴുതാന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യം. സോ അത് തീർച്ചയായിട്ടും അതൊരു പ്രിവിലേജാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുക. അങ്ങനെ യൂസ് ചെയ്ത് നമ്മളെ അപ്ഡേറ്റ് ചെയ്യാനും നമ്മൾക്ക് നിൽക്കുന്ന പൊസിഷൻസ് ഒക്കെ കൂടെ ബെറ്റർ ആയിട്ടുള്ള പൊസിഷനിലേക്ക് എത്തിക്കാനൊക്കെ ഈ ഒരു പ്രോസസ്സ് നമുക്ക് ഉപയോഗിക്കാം. ഇനിയുള്ള കാലം പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ആണ്. പ്രോംപ്റ്റ് ചെയ്യാൻ അറിഞ്ഞാൽ മതി. ആരൊക്കെയോ ചെയ്തിട്ടുണ്ട്. അതിനെ വേണ്ട രീതിയിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റാൻ നമ്മൾ പഠിച്ചാൽ മതി. മിനിമം കാര്യങ്ങൾ മതിയല്ലോ. ഇപ്പൊ ഏറ്റവും കൂടുതൽ പെയ്ഡ് ജോബ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അല്ലാത്ത വരുന്നത് ഞാൻ പറഞ്ഞില്ലേ, പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. വളരെ പെയ്ഡ് ആണ്. കാരണം അവിടെ കുറച്ച് ലോജിക് സെൻസ് ഉപയോഗിക്കാൻ തയ്യാറാണെങ്കിൽ മറ്റുള്ളവരുടെ ഡേറ്റാസ് ഉപയോഗിച്ച് മനോഹരമായ ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കാം. യെസ്, ഇനി പറയൂ. ജോർജ് സാർ പറയൂ. എന്റെ മോൾ അതാ ചെയ്യുന്നത്. MA ഇംഗ്ലീഷ് PhD എടുത്തിട്ട് അവള് കണ്ടന്റ് റൈറ്റർ ഇതുപോലെ ചാറ്റ് പ്രോംപ്റ്റ് ഇതാണ് കമ്പനിക്ക് വേണ്ടി ചെയ്യാം. ആക്ച്വലി കണ്ടന്റ് റൈറ്റർ ആയിട്ട് തുടങ്ങിയത്. ഇപ്പം ഒരു അമേരിക്കൻ കമ്പനി, ഒരു കെമിക്കൽ കമ്പനിക്ക് വേണ്ടി അവൾ ആക്ച്വലി ലിറ്ററേച്ചറാ. എന്നിട്ട് പോലും അത് ഈ കെമിക്കൽ കമ്പനിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്രോംപ്റ്റ് ചെയ്യുന്നത്. സാറേ, ഇപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ചാൽ നമുക്കറിയാം, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ഈ പറഞ്ഞ പോലെ എഡിറ്റേഴ്സ്, കണ്ടന്റ് റൈറ്റേഴ്സ്, ഇവരെല്ലാവരും അവരുടെ ജോലികൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ AI ഉപയോഗിച്ച് ആ ജോലി ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഡോക്ടേഴ്സിന് പകരം AI റോബോട്ടുകൾ ഓപ്പറേഷൻ ചെയ്ത് കണ്ടിട്ടില്ലേ? അപ്പം അങ്ങനെയുള്ള റോബോട്ടുകൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഡോക്ടേഴ്സ് നിലനിർത്തും. നമ്മൾ പറയാം വക്കീലിന്റെ ജോലി ഒന്നും പോകത്തില്ല. വക്കീലിന്റെ ജോലി എങ്ങനെ പോകാതിരിക്കും? വളരെ ഈസി ആയിട്ട് വളരെ കൃത്യമായിട്ടുള്ള കേസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ChatGPT നിന്ന് വളരെ കൃത്യമായി പ്രോംപ്റ്റ് ചെയ്താൽ കിട്ടും. പോട്ടെ, നമ്മൾ വളരെ സിമ്പിൾ. ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ChatGPT നമ്മൾ എടുത്തിട്ട് ChatGPT എടുത്തിട്ട് എനിക്കും രാജസ്ഥാനും തമ്മിലൊരു എഗ്രിമെന്റ് വേണമെന്ന് വിചാരിക്കാം. നമ്മൾ സാധാരണ ഇപ്പം എഗ്രിമെന്റ് എഴുതുന്ന ആളുകളുടെ അടുത്തേക്കാണ് സാധാരണ പോകുന്നത്. എഗ്രിമെന്റിന്റെ യഥാർത്ഥത്തിൽ ആളെ കണ്ടുപിടിക്കും. എന്നിട്ട് അല്ലെ, ഒന്നെങ്കിൽ അഡ്വക്കേറ്റ്, ഇപ്പൊക്കെ അഡ്വക്കേറ്റ്സിന്റെ അടുത്താണ് പോകുന്നത്. അതിന് പകരം നമ്മൾ ChatGPT കൊടുത്തു കഴിഞ്ഞാൽ ChatGPT മനോഹരമായിട്ടുള്ള എഗ്രിമെന്റ് ഒക്കെ എഴുതി തരും. അതിനകത്ത് കണ്ടന്റുകൾ, പേരുകൾ പോലും മാറ്റണ്ട. പേരുകൾ പോലും മാറ്റാതെ കൃത്യമായി ലാംഗ്വേജ് മാറ്റാൻ ഇതിനകത്ത് പ്രശ്നമില്ല. ലാംഗ്വേജ് ഒരു പ്രോബ്ലം ഇല്ല. പക്ഷെ നമ്മൾ മലയാളത്തിലൊക്കെ വരുമ്പോൾ മലയാളം ഉപയോഗിച്ച ആളുകളുടെ കണ്ടന്റ് അനുസരിച്ച് മാത്രമേ വരത്തുള്ളൂ എന്ന് മാത്രം. ഇപ്പൊ ഞാൻ ഉദാഹരണം ChatGPT-യില് ഞാനൊരു എഗ്രിമെന്റ് അടിക്കാം. എന്തിനെ കുറിച്ചാണ് സാർ എഗ്രിമെന്റ് അടിക്കുന്നത്? ക്രിയേറ്റ് ആൻ എഗ്രിമെന്റ്.
between Raju. Creating ഇങ്ങനെ ഒരു എഗ്രിമെന്റിന്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തു കഴിഞ്ഞാൽ ChatGPT ഒരു എഗ്രിമെന്റ് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് തരും. ഇതെല്ലാം വായിക്കാൻ തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ്. Termination, confidentiality, dispute resolution, governance, governing laws, signature, ഒപ്പ് എല്ലാം ഇട്ട് വളരെ കൃത്യമായിട്ട് ഒരു എഗ്രിമെന്റ് ചെയ്ത് തരും. ഘടകങ്ങളെല്ലാം മെൻഷൻ ചെയ്യും. പിന്നെ കറക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്താൽ മതി. ഗൈഡ് ലൈൻസ് നമ്മൾ കറക്റ്റ് ആയിട്ട് പ്രോംപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കറക്റ്റ് ആയിട്ടുള്ള തന്നെ പ്രോംപ്റ്റ് കറക്റ്റ് ഇന്ന ബിറ്റ്വീൻ ഇന്ന എഗ്രിമെന്റ് ആണ്, ഇന്ന കാര്യങ്ങൾ അതിന്റെ അകത്ത് വേണം, അങ്ങനെയുള്ള രീതിയിൽ കൃത്യമായിട്ടുള്ള ഒരു എഗ്രിമെന്റ് കൊടുത്താൽ ആ എഗ്രിമെന്റ് കൃത്യമായിട്ട് വിത്ത് ഡീറ്റെയിൽസ് പ്രിന്റ് എടുത്ത് നേരെ കൊടുത്താൽ മതി. ഓഫ് കോഴ്സ് അത് എന്താണ് വേണ്ടത് ഡീറ്റെയിൽസ് വേണം നമ്മൾ ചെയ്യാം. ഓൾറെഡി ഉള്ള പാറ്റേൺ അപ്പൊ ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഓൾറെഡി ഉണ്ട്. ലൈഫ് സാറേ എങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലോ. അപ്പൊ നമ്മള് വാഹനം വിൽക്കുന്നു അങ്ങോട്ട് ഒരു എന്താ പറയുന്നത് സെയിൽ എഗ്രിമെന്റ്, ഒരു സെയിൽ എഗ്രിമെന്റ് വേണം. അപ്പൊ ഏത് വണ്ടിയാണ്, ഇത്ര ഇയർ ആണ്, ഇത്ര രൂപ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പ്രോംപ്റ്റ് ചെയ്യും. കൃത്യമായിട്ട് ഒരു സെയിൽ എഗ്രിമെന്റ് ഇങ്ങനെ തരും. പോയി പ്രിന്റ് എടുക്കുക, സൈൻ ചെയ്യുക, കൊടുക്കുക. അതിപ്പോ ഇതല്ലെങ്കിലും മറ്റേ ഗൂഗിളിലും എഗ്രിമെന്റിന്റെ സൈസ് കിട്ടുമായിരുന്നു സാർ. ഗൂഗിൾ നമ്മൾ കോപ്പി എടുക്കുകയല്ലേ ചെയ്യുന്നത്. അത് കോപ്പി ചെയ്യുകയാണ്. ഇതുപോലെ വേണ്ട സാറേ, ചുമ്മാ അങ്ങ് കൊടുത്താൽ മതി. നമ്മള് ഇതൊന്ന് കൊടുത്ത് നോക്കാം നമുക്കത്. ഇനി കുത്തിയിരുന്ന് പഠിക്കുകയും പരീക്ഷ എഴുതുകയൊന്നും വേണ്ടത്. അതും വേണ്ട. ChatGPT കൊണ്ട് പരീക്ഷ എഴുതിച്ച് 1ാം സ്ഥാനം മേടിച്ച് A+ കൊടുത്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. യൂണിവേഴ്സിറ്റി ഒക്കെ പിരിച്ചുവിടുമോ? യൂണിവേഴ്സിറ്റികളുടെ ഒന്നും ആവശ്യമില്ലാതായി വരും. അല്ല, അത് അത്രമാത്രം AI മാറി. അതുകൊണ്ടാണ് ത്രട്ടായി മാറുന്നത്. ഇതൊരു വലിയ ത്രട്ടാണ്. എന്നാൽ ഈ ത്രട്ടിനെ നമുക്ക് മാനേജ് ചെയ്യാൻ വേറെ മാർഗങ്ങളൊന്നും ഇല്ല. നോട്ട് അടിക്കാൻ പറ്റുമോ? നോട്ട് ഒരുപാട് അപകടങ്ങളുണ്ടല്ലോ സാർ. അപകടങ്ങൾ മാത്രമേ ഉള്ളൂ, അപകടങ്ങളേ ഉള്ളൂ. നോട്ട് അടിക്കാൻ പറ്റുമെന്ന് അത് അങ്ങനെ ചോദിക്കുന്നത് ശരിയല്ല. അത് കാരണം നമുക്ക് രഹസ്യമായിട്ട് നോക്കാം. അല്ല, ഇപ്പൊ നോട്ട് അടിക്കാൻ നിയമവിരുദ്ധമായതുകൊണ്ട് ഉള്ള കുഴപ്പമല്ലേ ഉള്ളൂ. അടിക്കണേന്ന് ആർപ്പോഴും പലരും അടിക്കണില്ലേ, പിടിക്കുമ്പോഴല്ലേ കുഴപ്പമുള്ളൂ. അല്ലെ നമ്മളെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി നോട്ട് പോലുള്ള കാര്യങ്ങൾ അടിക്കും. സാമ്പിള്. അല്ല, AI ആകുമ്പം ശരിക്കും റിസർവ് ബാങ്ക് അടിക്കുന്നതിനേക്കാൾ സൂപ്പർ നോട്ട് ചിലപ്പോൾ ഇവൻ അടിച്ചു തരും. പേപ്പറൊക്കെ വേണം, A4 പോരാ. നമ്മുടെ ശബ്ദമൊക്കെ എമുലേറ്റ് ചെയ്ത് ടെലിഫോൺ ചെയ്ത് പല കാര്യങ്ങൾ ചെയ്തു. കാർ സെയിൽ എഗ്രിമെന്റ് ഏതാണ്ട് സാർ വരുന്നുണ്ടോ? കാർ സെയിൽ എഗ്രിമെന്റ് ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിന്റെ അകത്ത് അവൈലബിൾ ആണ് എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഓക്കെ, ജോർജ് സാർ എന്തെങ്കിലും പറയും? സാറേ, താങ്ക് യു സോ മച്ച്. വലിയ പറയാനില്ല, ഒരു വണ്ടർഫുൾ ടെക്നോളജി ഇവിടം വരെ എത്തിയെന്ന് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇങ്ങനെ ഈ ChatGPT കൊള്ളാം, ഒത്തിരി സമയലാഭം കിട്ടി. ഒരു ദിവസമൊക്കെ ഇരുന്നിട്ടുണ്ട് ഒരു PPTക്ക് വേണ്ടി മാത്രം ആദ്യ നാളുകളിലൊക്കെ. ഇത് എന്തുമാത്രം അഡ്വാൻസ് ആണ്, എത്ര സ്പീഡിലാണ്. ഇനി പ്രാക്ടിക്കലി ഒന്ന് പ്രയോഗിച്ചു നോക്കണം അടുത്ത ദിവസം തന്നെ, ഒട്ടും വയ്യാതെ. നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും ഒരു ക്ലാസ് വയ്ക്കാം. അപ്പൊ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. സെയിം പ്രോസസ്. നമുക്ക് കുറച്ച് നാള് ഈ ലേറ്റസ്റ്റ് ടെക്നോളജിയെ കുറിച്ചൊക്കെ നമുക്ക് ഒരു അവയർനെസ് ഉണ്ട്. അപ്പോൾ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ എളുപ്പമുണ്ടല്ലോ. നമുക്ക് പ്രാക്ടിക്കലായിട്ട് കുറെ ഡൗട്ടുകൾ ഉണ്ടാവുകയും ചെയ്യും.
താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഈ വോട്ടിംഗ് യന്ത്രത്തിലും മറ്റുമൊക്കെ തിരിമറി കാണിക്കുക എന്ന് പറയുന്നതിന്റെ അകത്ത് ഒരു സംശയവും വിചാരിക്കേണ്ട കാര്യമില്ല. സാർ ഇതെല്ലാം നമ്മൾ ഇന്റർനെറ്റ് നെറ്റ്വർക്കിൽ കൂടെ ഉള്ള കാര്യത്തിനൊന്നും സാറിപ്പോ ഇന്റർനെറ്റ് വഴി ഒപ്പിട്ട് അത് കാണേണ്ടവരെ കണ്ടു കഴിഞ്ഞു. സാറിന്റെ പാസ്വേഡൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ഭാഗ്യം കൊണ്ട് ആരും കൊണ്ടുപോകുന്നില്ലെന്ന് ഓർത്തത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഇതെല്ലാം കൈവിട്ട കളി. പിന്നെ അതാണ് സിസ്റ്റം. നാടോടുമ്പോൾ നടുവേ ഓടണമെന്നല്ലേ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് വി ആർ ഓൾസോ യൂസിങ് ദിസ്. ജോർജ് സാറേ, വ്യാപകമാവുന്നതിന് മുമ്പ് സ്ഥലം വിട്ടേക്കുവാ നല്ലത്. അതെ 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 അതെ, അതിനു മുമ്പേ ആയേക്കും ഒരു പക്ഷെ. സാറേ, നമ്മുടെ എല്ലാ ടെക്നിക്കും മൊബൈലിലുള്ളത് മുഴുവൻ ചോർത്തിയെടുക്കാൻ സംവിധാനം ഉണ്ടെന്നൊക്കെ ഇതൊരു പറയാറുണ്ടല്ലോ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ. അപ്പൊ പിന്നെ ഒളിച്ചു വയ്ക്കാൻ ഒരു കാലം വരും. നെറ്റ്വർക്ക് വഴിയുള്ള എല്ലാ കാര്യങ്ങളും തീർച്ചയായും ഡൗട്ട്ഫുൾ ആണ്. പിന്നെ നമ്മൾക്ക് ഭാഗ്യം കൊണ്ട് കുഴപ്പമൊന്നും പറ്റുന്നില്ല. ഗൂഗിൾ പേ ഒക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഗൂഗിൾ പേ, ഫോൺ പേ എല്ലാം ചെയ്യാൻ പറ്റും സാർ. ഈസി ആയിട്ട് ചെയ്യാം. വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും സാറേ ഇതൊരു ഭയങ്കര അറിവാണ് സാറേ. ഇതാണ് ലോകം. ഇത് നല്ലൊരു അറിവാണ് കിട്ടിയിരിക്കുന്നത്. എന്തുവാ ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. ഞങ്ങളൊക്കെ വളരെ അതിശയം ഓർക്കുക. അപ്പൊ ഇത് വളരെയധികം എക്കോണമി ഓഫ് ടൈം, വളരെ വേഗത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാം. പറഞ്ഞു വളരെ അപകടങ്ങളൊക്കെ ഉണ്ട്. നല്ല രീതിയിൽ പ്രയോജനപ്പെടും. കേൾക്കാവോ സാറേ ഞാൻ പറയുന്നത്? സാറേ, നമ്മള് നമുക്കറിയാലോ ബോംബ്. കേൾക്കാം. ബോംബ് ചരിത്രം അറിയാലോ. ബോംബിന്റെ കണ്ടന്റ് എല്ലാം പോസിറ്റീവായിട്ട് ഉണ്ടാക്കി, പക്ഷെ വന്നപ്പോ അത് നെഗറ്റീവ് ആയി പോയി എന്ന് പറയുന്ന പോലെ ഇതിന്റെ സാധ്യതകൾ അങ്ങനെയാണ്. നമുക്ക് അതിനൊന്നും തള്ളിക്കളയാൻ പറ്റും. ഒരു ട്രെയിനർ എന്ന നിലയിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവര് വളരെ ഗോപ്യമായി വെച്ചുകൊണ്ടിരിക്കുകയുള്ളൂ അവരവരുടെ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ സാറിന്റെ ആ ഒരു ശ്രമത്തിന് വളരെയധികം അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. കാരണം എന്നെ ഓരോരോ ട്രെയിനേഴ്സിനും അതിൻ്റെതായ ചില സൗകര്യങ്ങളുണ്ട് ഇത് എന്ന് പറഞ്ഞു തരിക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. സാറ് ഈ ചെയ്യുന്ന ഈ ഇതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇത്. കാരണം ആരും ഇത് പറഞ്ഞു തരികയില്ല. ഇത്ര എളുപ്പമായിട്ട് ഇത് ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ആർക്കും പറഞ്ഞു തരികയില്ല. എല്ലാവരും ഷൈൻ ചെയ്യാൻ വേണ്ടി നോക്കി നടക്കുക. 24 മണിക്കൂർ പെയ്ഡ് ആയിട്ടുള്ള ഒരു സെഷനിൽ കയറിയിട്ട് പഠിച്ചത്. 24 മണിക്കൂർ മുമ്പ് എന്ന് വെച്ചാൽ കഴിഞ്ഞ ഞായറാഴ്ച, ഇന്നലെ ഞായറാഴ്ച പെയ്ഡ് ആയിട്ടുള്ള ഒരു സെഷനിൽ കയറി പഠിച്ച ഒരു കാര്യം. അതിന് അറിയാവുന്ന പലരും ഉണ്ട്. അത് പറയല്ല, ക്ലാസ് ഗംഭീരമാക്കും. നമ്മളങ്ങ് ഈ ടെക്നിക്ക് ഇങ്ങനെയൊക്കെയാണെന്ന് അവർ പറയത്തുമില്ല. ആത്മാർത്ഥ സാറ് സത്യസന്ധമായിട്ട് ഇത് ചെയ്തു തന്നു. വളരെ ഇന്നസെന്റ് ആയിട്ട് അറിയാനുള്ള ഒരു മനസ്സുള്ളവരൊക്കെ പറഞ്ഞു തരികയൊക്കെ ചെയ്ത് പഠിക്കണം എന്ന് പറയുന്നതും നല്ലതാ. വളരെ വളരെ നല്ലൊരു ക്ലാസ്. അതിശയം, എന്തൊരു അതിശയമാണ്. അല്ല, സാറിന് കിട്ടിയ എക്സ്പീരിയൻസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നതിൽ സന്തോഷം കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ. അവരത് ചെയ്യുന്നല്ലോ ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ എന്ന് പറയുന്ന ഒരു ഭാഗം, ഒരു അനുഭൂതി അത് എല്ലാവർക്കും കിട്ടിയല്ല. ഇത്രയും ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രം വലിയ ഫീസ് മേടിക്കുന്ന ഒത്തിരി ട്രെയിനേഴ്സും പ്രോഗ്രാമും നമ്മുടെ നാട്ടിൽ ധാരാളമാണ്. ഒരു സംശയവും വേണ്ട. ഇതിങ്ങനെയൊന്ന് കാണിച്ചൊന്ന് കൊതിപ്പിച്ചിട്ട് പിന്നെ അതിനേക്കാൾ ഇരട്ടി വലിയ തുക ഫീസ് വെച്ച് ബാക്കി ടെക്നോളജി പറഞ്ഞു കൊടുക്കും. അതെ 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 ഒരു വലിയ തന്ത്രങ്ങളുടെ ഒരു കാലത്താണ് ഇതൊക്കെ. വലിയ മനസ്സല്ലേ, വലിയ മനസ്സ്, സംശയമില്ല. അല്ല, എന്നും അതെ ഇത്രയും ഡിവോട്ടഡ് ആയിട്ട് ഇത്രയും സമയവും ഊർജമൊക്കെ ഇതിനു വേണ്ടി ഇങ്ങനെ ചെലവഴിക്കില്ലല്ലോ. താങ്ക് യു സാർ. പറയാതെ പോയി, എത്ര പറഞ്ഞാലും തീരൂല. ബേസിക് കോഴ്സ്, അഡ്വാൻസ്ഡ് കോഴ്സ് എന്നൊക്കെ പറഞ്ഞ് നടത്താം. Thank you very much. സാറേ, ഒന്ന് പറഞ്ഞോട്ടെ സാറേ. ഈ ഒരു വസ്തുത ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ പല ആളോടും ചോദിച്ചിട്ടുണ്ട്. അവരെല്ലാം പറഞ്ഞു, ഓ എളുപ്പമല്ലേ, ഈസി അല്ലെന്ന് പറഞ്ഞു. പക്ഷെ
ഇത് വളരെ അനായാസമായിട്ട് സാറ് പറഞ്ഞതിന് വളരെ വളരെ നന്ദി കേട്ടോ. ഞാൻ ഫ്ലാറ്ററി അല്ല, കാരണം ഇത്രേ ഉള്ളൂ. കാരണം ഇവരെല്ലാം പറഞ്ഞു തരുന്നതൊക്കെ നമ്മളോട് എന്താ പറയുക, ഡീമിസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലാണ് സാറ് പറഞ്ഞു തന്നത്. അപ്പൊ അത് സന്തോഷം സാറേ. താങ്ക് യു. താങ്ക് യു സാർ. നമുക്ക് അതുപോലെ കുറച്ച് കാര്യങ്ങൾ കൂടെ കുറെ ഡേറ്റാസ് ഉണ്ട്, നമുക്കത് ഒരാഴ്ചയിൽ കുറച്ചായിട്ട്. പക്ഷേ എനിക്ക് ചോദിക്കാൻ പറ്റുന്ന സാധനമേ, കാര്യം ഇത് ഒരാൾ ഓൾറെഡി ഉണ്ടാക്കിയതിന് അതിന്റെ അപ്ഡേഷനോ അല്ലെങ്കിൽ അതിന്റെ എന്താ പറഞ്ഞാല് റിലയബിലിറ്റിയോ അല്ലെങ്കിൽ അതിന്റെ ന്യൂ തിങ്സ് ഉണ്ടല്ലോ. ഉദാഹരണത്തിന് ഒരാൾ ഉണ്ടാക്കി അത് തന്നെ വേറെ ഇറ്റ്സ് ലൈക്ക് ദിടി ഉപ്മാ, ഇൻസ്റ്റന്റ് ഉപ്മാ പോലെ ഇരിക്കും അല്ലേ? ഉപ്മാ ക്യാൻ ബി മെയ്ഡ് ഇൻ മെനി ബേസ്. അതാണ് നമ്മൾ കസ്റ്റമൈസ് ചെയ്യണമെന്ന് പറഞ്ഞത്. അല്ല സാറേ, എഗ്രീഡ്. പക്ഷെ ഓരോ നാട്ടിലെയും ചലഞ്ചസും ഒക്കെ വ്യത്യാസം വരുമല്ലോ. തീർച്ചയായും അതാണ് നമ്മൾ പറഞ്ഞത്, നമ്മളുടെ ഇതനുസരിച്ച് മാറ്റണം. അവിടെയാണ് നമ്മുടെ ക്രിയേറ്റിവിറ്റി. അപ്പൊ ഇതിനകത്ത് ഏറ്റവും വലിയ ചലഞ്ച് നമ്മുടെ കസ്റ്റമൈസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ നീഡ് ബേസ്ഡ് ആക്കി ചിന്തിക്കണം. യെസ്. അപ്പൊ അത് ചെയ്യാനുള്ള സമയം ലഘൂരി. കാരണം നമുക്കൊരു ഫ്രെയിം കിട്ടിയാലേ, ഒരു സ്ട്രക്ചർ കിട്ടിയാൽ ചെയ്യാൻ എളുപ്പമാണ്. ആദ്യം നമ്മൾ സ്ട്രക്ചറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മോഡിഫൈ ചെയ്യാൻ എളുപ്പം. നമ്മൾ ആദ്യമേ ഉണ്ടാക്കി ഫ്രെയിം ഒക്കെ ഉണ്ടാക്കി അതെങ്ങനെ വേണമെന്നൊക്കെ ആലോചിക്കുന്ന ആ ഇനിഷ്യൽ ടൈം എന്ന് പറയുന്നത് ശരിക്കും ഒരു ലോസ് ആണ്. അവിടെ നമുക്കിത് കോമ്പൻസേറ്റ് ചെയ്യാം. ഒരു സെഷൻ എടുത്തു കഴിഞ്ഞാൽ അടുത്ത സെഷൻ എടുക്കാൻ എളുപ്പമല്ല. അതെ, പക്ഷെ നമ്മുടെ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ സാധനം ഉണ്ടല്ലോ, റിവ്യൂ ലിറ്ററേച്ചർ. നമ്മൾ ഇവർ ഈ സ്ലൈഡ് കാണിച്ച് ഒരു പ്രസന്റ് ചെയ്യുന്നല്ലാതെ നമ്മൾ ഇതിനെ കുറിച്ചുള്ളത് പഠിക്കാനായിട്ടുള്ള പറ്റുന്നില്ലല്ലോ. ഇത്ര ആസ്പെക്ട് ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അല്ലാതെ പണ്ട് നമ്മൾ ഇത് ഓരോ സ്ലൈഡ്സ് തയ്യാറാക്കും, ഇന്ന ബുക്സിലെയോ ഇന്ന വെച്ച റെഫറൻസ് ഉണ്ടല്ലോ. അല്ല സാർ, അതിനകത്ത് ഇപ്പൊ നമ്മൾ പേരന്റിങ്ങിന്റെ ക്ലാസ് എടുത്തിട്ട് സ്ലൈഡ്, ഒറ്റ സ്ലൈഡ് സ്റ്റൈൽ ഓഫ് പേരന്റിങ് മാത്രം നമ്മുടെ ലൈഫിലുള്ള എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞാൽ എത്ര ദിവസം പറയാനുണ്ട്. അതെ. അപ്പൊ അതാണ് നമ്മൾ കസ്റ്റമൈസ് ചെയ്യാനുള്ളത്. നമ്മൾ എന്താക്കണം നമ്മൾ. ഇപ്പൊ ഞാൻ സാധാരണ ക്ലാസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ ക്ലാസ് എടുക്കുമ്പോൾ എപ്പോഴും ഒരു സെഷനില് ഒരു 2 മണിക്കൂറിന്റെ സെഷൻസ് എടുക്കാനുള്ള കണ്ടന്റുമായിട്ട് എപ്പോഴും ആൾ വരും. നമ്മൾ അതിനെ സ്കാറ്റർ ചെയ്ത് 4 ദിവസം 5 ദിവസം ആകും. അപ്പൊ കേൾക്കുന്നവർക്കും കൊള്ളാം. അത് തന്നെയല്ല, അങ്ങനെ ആ രീതിയിലുള്ള ഒരു പാറ്റേൺ ആണ് എപ്പോഴും ഒരു ട്രെയിനർ എന്ന നിലയിൽ നമുക്ക് നല്ലത്. മിനിമം കാര്യം മാക്സിമം ഭംഗിയോടുകൂടി അവതരിപ്പിക്കും. അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ 4-5 ടോപ്പിക്ക് പറയാം. പക്ഷെ അതിനേക്കാളും നല്ലത് ഒരു ടോപ്പിക്കോ 2 ടോപ്പിക്കോ പറഞ്ഞത് കൃത്യമായിട്ട് മനസ്സിലാകുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റുന്നതാണ് ഇതിനേക്കാളും നല്ലത്. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. ഇന്ന് നമുക്ക് ക്ലാസ് സുജിത്തിന്റെ ക്ലാസ് 8:45 പ്രിൻസിപ്പൽ സെന്റർ ലൈഫ് സ്റ്റൈൽ 8:45 നിങ്ങൾക്ക് സെയിം ലിങ്കിൽ ജോയിൻ ചെയ്യാം. ഇപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, പെയ്ഡ് കോഴ്സ് ആണ് അത്. ഏതായാലും സാർ ശ്രീസാറിന്റെ നമ്മള് അതിന്റെ ഫസ്റ്റ് പാർട്ടില് 1000 rupees ഇനിഷ്യൽ ഒരു 1 ടൈം പേയ്മെന്റ് ഉണ്ട്. എത്ര ക്ലാസ് ആണ്? ഇല്ല, ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവാ. അതിന്റെ ഫസ്റ്റ് സ്റ്റേജില് ഒരു 1000 rupees എത്ര പ്രാവശ്യം വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. ഞാൻ വേണമെങ്കിൽ നമ്പർ ഇട്ട് തരാം. സാറ് പേയ്മെന്റ് കൊടുത്തില്ലെങ്കിൽ ഒന്ന് ഇട്ടേക്കും. നമ്മുടെ ഇവിടെ തുടങ്ങിയാലോ, നമ്മുടെ ഫോറിൻ ക്ലബില്. അത് തന്നെ. അത് ഫോറിൻ ക്ലബ് വെച്ചാൽ ഭയങ്കര പേയ്മെന്റിലല്ലേ. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് 4000 rupees. അതൊക്കെ അതിന്റെ പ്രോബ്ലം എന്താന്ന് വെച്ചാല്